അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, വേദിയിലെ കാരണവന്മാർ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാരി, വലിയൊരു അവസരമാണ് എനിക്ക് ലഭിച്ചത്. കാരണം ഇതുപോലുള്ള നാളത്തെ പ്രഗത്ഭരാകേണ്ട വാക്കികളും ബിസിനസ്സുകാരും വലിയ സൊസൈറ്റി ലീഡേഴ്സുമാകേണ്ടവരുടെ മുന്നിൽ അല്പസമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. പല സമയങ്ങളിലും പലവരും പറയും, ഞാൻ അവിടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു, ഇവിടെ ഞാൻ 4 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്തത്. സ്പെൻഡിങ് എന്നത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ്. സ്പെൻഡില്ല, ഇൻവെസ്റ്റർ. എവിടെയും സമയം ഇൻവെസ്റ്റ് ചെയ്യും, നോളജ് ഇൻവെസ്റ്റ് ചെയ്യും, എക്സ്പീരിയൻസ് ഇൻവെസ്റ്റ് ചെയ്യും, ലേണിങ്ങിന് വേണ്ടിയിട്ട് തൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലാതെ ഒരു മുസൽമാൻ സ്പെൻഡ് ഇല്ല. എനിവേ, വന്ന ഉടനെ ഞാൻ പ്രിൻസിപ്പാളുമായിട്ട് റൂമിലിരുന്ന് അല്പകാര്യം സംസാരിച്ചു. ഈ ഇരിക്കുന്ന സമ്പത്ത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ കൊതി തോന്നി. എൻ്റർപ്രനറെ പോലെ സംരംഭകന് കാണുന്ന സമ്പത്താണ് ഇരിക്കുന്നത്. മാൻ പവർ, ഇൻ്റലിജൻറ്റ് പവർ, അതാണ് ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ കണ്ടുവെക്കുന്നത് ഇത്തരം ഇൻ്റലിജൻറ്റ് പവറിനെയാണ്. ഞങ്ങളുടെ വിജയവും നിങ്ങളിലൂടെയാണ്. 4-5 വർഷക്കാലം പിന്നിട്ട് ഞാനും എൻ്റെ പാർട്ണറും ആരംഭിച്ച ബിസിനസ്സിന് മുന്നോട്ട് പോകില്ല എന്ന് തിരിച്ചറിവ് എന്നെക്കാളും ഞങ്ങളെക്കാളും പാർട്ണറെക്കാളും കഴിവുള്ള ജോലിക്കാരെ വച്ചാൽ മാത്രമേ ഇനി ഈ സ്ഥാപനം മുന്നോട്ട് പോകൂ എന്ന ഒരു തിരിച്ചറിവ് ആണ് ഇന്ന് ബ്രിഡ്കോ എന്ന സ്ഥാപനം 17,000 പേർക്ക് തൊഴിൽ കൊടുത്തത്. എൻ്റെയോ എൻ്റെ പാർട്ണറുടെ കഴിവല്ല, പ്രൊഫഷണൽസ്, നിങ്ങളെപ്പോലുള്ള കഴിവുള്ള ആളുകൾ കടന്നു വന്നതുകൊണ്ടാണ്. വലിയ അവസരങ്ങളാണ്. ടെക്നോളജി മേഖലയിലാണ് ഞങ്ങളുടെ പ്രധാനമായും. ഇന്നലെ കിംഫ്ര കാക്കഞ്ചേരിയിൽ എൻ്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഞാനൊരു ബാറ്ററിയുടെ വീഡിയോ എടുത്തു. എന്തിനു വേണ്ടി? എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു പ്രോഗ്രാം ഇടാൻ വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടു. അത്രയും ഞാൻ ചെയ്തോളൂ. അതെടുത്തു, ആ ബാറ്ററിയുടെ ഫോട്ടോ വീഡിയോ ക്ലിപ്പ് എടുത്തു, മലയാളത്തിൽ അല്പം അതിൻ്റെ കമൻ്ററിയും പറഞ്ഞു, ഇംഗ്ലീഷിലല്ല, പച്ച മലയാളത്തിൽ. എന്നിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടു ആ ഫോൺ. ഞാൻ വീട്ടിലെത്തി ഗൂഗിൾ തുറന്നു നോക്കിയപ്പോൾ എനിക്കൊരു മെസ്സേജ്, ഗൂഗിളിൻ്റെ വക, നിങ്ങൾക്ക് നല്ല ലിഥിയം ബാറ്ററി വേണോ? ഞങ്ങളുടെ കയ്യിലുണ്ട്. എങ്ങനെയാണ് മെസ്സേജ് ഗൂഗിളിന് പോയത്? ഞാൻ കിംഫ്ര കാക്കഞ്ചേരിയിൽ പോയി ഒരു വീഡിയോ എടുത്തു എന്ന് അമേരിക്കയിൽ കിടക്കുന്ന ഗൂഗിൾ കമ്പനി എങ്ങനെ അറിഞ്ഞത്? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, അവരെന്നോട് ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മീറ്റിംഗ് വേളയിൽ, എൻ്റെ ബ്രിഡ്കോയുടെ ഒരു മീറ്റിംഗ് വേളയിൽ 10-15 പേര് ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതല്ല, എൻ്റെ മകളാണ് എന്നത് പഠിപ്പിച്ചത്. മകൾ AI എഞ്ചിനീയർ, മലേഷ്യയിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കി തിരിച്ചെത്തി. അവിടെ എനിക്ക് പറഞ്ഞു തന്നതാണ്, ഉപ്പ, ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് നമ്മുടെ മൊബൈലിൽ നിന്ന്. 26 കൊല്ലമായി മൊബൈൽ മേഖലയിൽ പണിയെടുക്കുന്ന, ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന എനിക്ക് ഇന്നലെ കയറി വന്ന എൻ്റെ മകൾ ന്യൂ ജനറേഷൻ നിങ്ങൾ പറഞ്ഞു തരികയാണ്, ഇത് ഒരു ഫീച്ചർ ഉണ്ട് മൊബൈലിൽ. അതെന്താണെന്ന് അറിയോ? അത് AI ആണ്. ഞങ്ങൾക്ക് അതിൽ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഉപ്പ, ഒന്ന് പരീക്ഷിക്കണം. എന്താ പരീക്ഷിച്ചത്? 12 പേര് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ മോള് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, എല്ലാവരും മൊബൈൽ ഫോൺ എടുത്ത് മുന്നിൽ വെച്ചോളാൻ. എല്ലാവരും മുമ്പിൽ മൊബൈൽ ഫോൺ വെച്ചു. എന്നിട്ട് ഈ 12 പേരും ഒരു കീവേഡ് ആവർത്തിച്ചു. ഞാൻ ആവർത്തിച്ചു. അത് അന്ന് എനിക്ക് തോന്നുന്നത് ആപ്പിൾ 13-14 ലോഞ്ച് ചെയ്യുന്ന സമയം, കഴിഞ്ഞ 2 വർഷം മുന്നാണ്. ആപ്പിൾ 14, അതിൻ്റെ ഒരു ഫീച്ചർ ആപ്പിൾ 14 എന്ന് റിപ്പീറ്റ് ചെയ്ത് ഓരോരുത്തരും അവരുടെ ആ ഒരു പ്രൊണൗൺസിയേഷനിൽ അവർ റിപ്പീറ്റ് ചെയ്തു, ഈ 12 പേരും. അങ്ങനെ അടുത്ത ദിവസം അവരോട് ചോദിച്ചു, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്പിൾ 14ൻ്റെ വല്ല പരസ്യം വന്നോ? 4 പേര് പറഞ്ഞു വന്നു. എങ്ങനെ കിട്ടിയ? ആ
മൊബൈൽ ഫോൺ എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള ഫോണ് ഈ സറൗണ്ടിലെ വോയിസ് പോലും ട്രാക്ക് ചെയ്യുന്നു, സിങ്ക്രണൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു. നമ്മുടെ വൊക്കാബുലറി മലപ്പുറത്തുകാരനാണെങ്കിൽ മലപ്പുറം സ്റ്റൈലില്, തിരുവനന്തപുരത്തുകാരന്റെ തിരുവനന്തപുരം സ്റ്റൈലില് മലയാളത്തിന്റെ വാക്കുകൾ പോലും പഠിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ച് പരസ്യ മേഖലയിൽ നിന്നും പണം കൊയ്യുന്നു, ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. നാം അറിയുന്നത് പോലുമില്ല. ഫോൺ കയ്യിലെടുത്തിട്ടില്ല, ലോക്ക്ഡ് ഫോൺ, ഓഫ് മീൻസ് സ്റ്റാൻഡ് ബൈ സൂക്ഷിച്ച ലോക്ക് ചെയ്ത ഫോൺ, ദാറ്റ് മീൻസ് പാസ്വേഡ് ഓപ്പൺ ആക്കാത്ത ഫോൺ കമത്തി വെച്ചു എല്ലാവരും. നാളെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ നമ്മുടെ AI എന്ന് പറയുന്ന ടെക്നോളജി എവിടം വരെ എത്തി? നാളെ ഈ ക്യാമ്പസിൽ സ്മാർട്ട് ഫോൺ നിർബന്ധമാക്കണം. പ്രിൻസിപ്പാൾ ആലോചിക്കും, ഇത് പണി പാടുമോ? ഈ ക്യാമ്പസിൽ സ്മാർട്ട് ഫോൺ നിർബന്ധമാക്കണം. ഓരോരുത്തരും സ്മാർട്ട് ഫോൺ ആയിട്ട് ഇനി ക്ലാസ്സിലേക്ക് വരാൻ പാടുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞാൽ അവരോട് ഗെറ്റ് ഔട്ട് അടിക്കണം. എന്തേ പറ്റോ? അതിനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കണം. ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നല്ല, എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഏത് പാർട്ടിലേക്ക് പോകരുത് എന്നാണ് ചിന്തിക്കേണ്ടത്. 15 വർഷം മുമ്പ് ചൈനയിൽ പോയി ഞാൻ ഇതുപോലത്തെ ഒരു വേദി അറ്റൻഡ് ചെയ്തു. അവിടുത്തെ ഒരു കോളേജിലെ അന്വേഷിച്ചു, എന്താ നിങ്ങളുടെ ബിടെക്കിന്റെ ഫൈനൽ പ്രൊജക്ട്? ആ കുട്ടി 15 കൊല്ലം മുമ്പ് ആ കുട്ടി എനിക്ക് പറഞ്ഞു, സാർ ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങളൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് എല്ലാ ക്യാമ്പസിലും ഇനി സ്മാർട്ട് ഫോൺ നിർബന്ധമാക്കാൻ പോകണം. 15 കൊല്ലം മുമ്പ്. നമ്മൾ അന്ന് പാടില്ല എന്ന് പോലും പറയാനുള്ള വിവരമില്ല. ഫോൺ ക്യാമ്പസിൽ കൊണ്ടുവരരുത് എന്ന് പറയാനുള്ള വിവരം പോലും ആർജിച്ചിട്ടില്ല. ആ സമയത്താണ് കുട്ടികൾ പറയുന്നത്, അടുത്ത കാലത്ത് ക്യാമ്പസുകളിൽ ഇത് മമ്നുവാകും, പ്രോഹിബിറ്റഡ് ആകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, എല്ലാ ക്യാമ്പസിലും ഇനി മുതൽ സ്മാർട്ട് ഫോൺ നിർബന്ധം. ആ ഫോൺ ഞങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനുള്ള OS ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഞങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ആയിരിക്കും ലോകത്തെ മുഴുവൻ ക്യാമ്പസുകളിൽ ഉപയോഗിക്കുക എന്ന്. ക്യാമ്പസിന് വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് പാടുണ്ട്, എന്ത് പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത് മസ്ജിദുൽ ഹറമിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിൽ വൈഫൈ കിട്ടും. ഒന്ന് പോയിട്ട് ഒരു മോശപ്പെട്ട സൈറ്റിലേക്ക് മസ്ജിദുൽ ഹറമിൽ ഒന്ന് ഓൺ ചെയ്ത് നോക്ക്, വർക്കില്ല. മദീന ഷരീഫിൽ പോയിട്ട് ഓണാക്ക് മൊബൈല്, ഇന്റർനെറ്റ് കണക്ഷൻ വിട്ടുകൊണ്ട് ഓണാക്കും നിങ്ങൾ. എന്നിട്ട് ഒരു മോശപ്പെട്ട ടിപ്ലക്സ് അടിക്കുക, വിവരം അറിയും. പുറത്തുനിന്ന് തൂക്കുന്നത് നോക്കിക്കൊള്ളുന്നത്. അവിടെ എത്തി സോഫ്റ്റ്വെയർ പോസിബിൾ ആണ്. നിങ്ങൾ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതില്ല. ഞാനും എൻ്റെ കുടുംബവും ചൈനയിലെ ഒരു വീട്ടിൽ, ഒരു ഹോട്ടലിലെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ വരെ ചൈനക്കാരുടെ ഞങ്ങൾ ഒന്നിച്ചുണ്ട്. അവിടുത്തെ എൻ്റെ സുഹൃത്തും കുടുംബം ഒന്നിച്ച്. ആ സമയത്ത് ഒരു 11 മണി 10 മണി 10-11 ഇടയിൽ സമയമായിട്ടുണ്ടാവും. പെട്ടെന്ന് കോൾപ്പിൽ അടിച്ചു. അവൻ പറഞ്ഞു മാർക്ക് എന്ന് പറഞ്ഞു. മാർക്ക് മോനോട് പറഞ്ഞു, ചെറിയ കുട്ടിയാ, ആരാ പോയി നോക്കടാ പറഞ്ഞു. ആപ്പ പോയിക്കോ, അച്ഛൻ പോയിക്കോ. കുട്ടി പോയില്ല. കുട്ടി എന്തോ മൊബൈൽ കളിച്ചിരിക്കുകയാണ്. കുട്ടി പോയില്ല. ഉടനെ തന്നെ അച്ഛൻ പോയി. വയ്യാതെ ഞാനും ഒന്ന് ഇറങ്ങി, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. രാത്രിയാണ്, വെറുതെ അതിൻ്റെ തൊട്ടടുത്ത റൂമാണ്, വെറുതെ വരപ്പം പോയി. 2 പോലീസുകാരാണ്. ചൈന ഭാഷയിൽ അവരോട് പറയണം, അവർക്ക് തർജ്ജമ പറയണം. അവൻ്റെ കയ്യിൽ ഒരു ടാബ്, ഒരു 8 കൊല്ലം മുമ്പാണ് ഈ സംഭവം ഉണ്ടാവും. 8-9 കൊല്ലം മുമ്പായി സംഭവം. ഒരു ടാബ്, ആ ടാബിൽ ഇങ്ങനെ മറിച്ചിട്ട്, ഇത് നിങ്ങളുടെ വീടല്ലേ? അതെ. ഇത് നിങ്ങളല്ലേ പേര്? അതെ. ഇത് നിങ്ങളുടെ മോന്റെ പേരല്ലേ? അതെ. മോൻ വയസ്സ് ഇത്രയല്ലേ? അവൻ 3ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ഓക്കെ. 10:30 നിങ്ങളുടെ മകൻ ഒരു മോശപ്പെട്ട വെബ്സൈറ്റിലേക്ക് പോയിരിക്കുന്നു, പാടില്ല എന്ന്. ആര്? പള്ളിയിലെ ഉസ്താദല്ല വന്നിട്ടുള്ളത്. അവിടെ വന്നത് ഒരു പോലീസുകാരനാണ്. ചൈന എന്ന് പറയുന്ന രാജ്യം മതപരമായി മുന്നേറിയ രാജ്യമാണോ? അല്ല. ഞാൻ പറയുന്നത് ടെക്നോളജി പോസിബിൾ ആണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയും. ചൈനയ്ക്ക് പറ്റുമെങ്കിൽ ഇന്ത്യക്കും കേരളത്തിനും ബാക്കി ഉസ്താദുമാർക്കും കുട്ടികൾക്കും പ്രൊഫഷണൽസിനും അത് സാധിക്കും. അത്തരം പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്യണം. നാളത്തെ ദഅവത്ത് ഇങ്ങനെയാണ്. മോഡേൺ ടെക്നോളജിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പണ്ടത്തെ എക്സാമ്പിളിന് ഓടൂല. എന്തോ ഒരു പ്രോഗ്രാമിന് പത്രത്തിൽ ഇങ്ങനെ വായിക്കണം. ഞാൻ ഇടക്കാളിലിരുന്നത് എന്ത് രസമാണ് പഠിച്ചോനെ ഈ പരിപാടിയിൽ. പിന്നെ എനിക്കിങ്ങനെ ഉള്ളിലുണ്ട്, എനിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ മോനോട് വായിച്ചു. മോൻ ചോദിച്ചിട്ട് പറഞ്ഞു, ഉപ്പ ഇല്ലല്ലോ ഇതില്, എന്താ നിങ്ങൾ ഉപ്പ ഇല്ലാത്തത്? വലിയ പരിപാടിയാണല്ലോ.
ഞാൻ പറഞ്ഞു മുറ്റത്തെ മുല്ലക്ക് മണമില്ലടാ അവനോട്. അപ്പൊ പറഞ്ഞു മുറ്റത്തെ ടവറിൽ സിഗ്നലില്ല എന്ന് പറയുമ്പോ കുടുങ്ങിയ പറയണം. നാളത്തെ ഉപമകൾ ഇങ്ങനെ ആയിരിക്കണം. പുതുതലമുറക്ക് മനസ്സിൽ ഉസ്താദ് കൊണ്ട് പറഞ്ഞ് സംസാരിച്ചു അല്ല പ്രിൻസിപ്പാൾ. പുതുതലമുറക്ക് ന്യൂ ജനറേഷൻ മുന്നിലിരിക്കുന്ന ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്നത്തെ പുതുതലമുറ നാളെ നിങ്ങൾ ഈ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പബ്ലിക്കിനെ അഭിസംബോധന ചെയ്ത് പറയുമ്പോ ആ പഴയ എക്സാമ്പിളുകളല്ല എന്ന് വെച്ചാൽ നിമിത്തങ്ങൾ ജീവിച്ച് കാണിച്ചത് മാറ്റണമെന്നല്ല, അതിലൂടെ നമുക്ക് ഒരുപാട് പുതുമകളായിട്ട് ചെയ്യാം. 2004 2006 ദാറുൽ ഹുദയിൽ പഠിക്കുന്ന ആബിദ് ഉദവി അരീക്കോടുള്ള തച്ചടയിലുള്ള അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു, ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണി നടക്കണേ, നിങ്ങളുടെ ഒരു പ്രസന്റേഷൻ വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ വരാന്ന് പറഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചു. ടെക്നോളജിയിലൂടെ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വേദി ഇതാണ് ഞങ്ങൾക്കുള്ള താല്പര്യം, നിങ്ങൾ അതൊന്നും ഉണ്ടാക്കി കൊണ്ടുവരുമോ. ഞാൻ പിപിടി തയ്യാറാക്കി. ഇതുപോലെ 500-ഓളം ആൾക്കാരിരിക്കുന്ന ഒരു വേദിയിൽ LCD പ്രൊജക്ടറൊക്കെ വെച്ച് തുടങ്ങി. ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ജാമ്യം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പല മണ്ടത്തരങ്ങളും പറയും, ദീനിന് നിരക്കാത്തത് പറയും. അതെന്റെ അറിവില്ലായ്മ, നിങ്ങൾ തിരുത്തണം. അതും കൂടി എന്റെ പഠനവുമായി ഉദ്ദേശിച്ചാണ് വരുന്നത്. പല ഉദാഹരണങ്ങളും പറയും. പഠിച്ചവർക്ക് ഞാൻ വരയ്ക്കും, പ്രശ്നമുണ്ടോ വെച്ച് ഒരു പ്രശ്നമില്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് വരച്ച പ്രശ്നമില്ല. അങ്ങനത്തെ ഓഡിയൻസിന്റെ മുന്നിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ മലക്കുകളെ വരക്കിട്ടോ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ഞാൻ ചിത്രം ഉണ്ടാക്കി, പലതും ഉണ്ടാക്കി കൊടുത്തു. നെറ്റ്വർക്കിംഗ്, ഒരു മനുഷ്യൻ എന്നൊരു മൊബൈൽ ഫോണാണ് വരച്ചു. എപ്പോ 2006 ഒരിക്കലും ഒരു മൊബൈൽ ഫോണിൽ നിന്നും ഒരു മൊബൈൽ ഫോണിലേക്ക് ഒരു ഡാറ്റയും സഞ്ചരിക്കുന്നില്ല. അത് ഏതിലൂടെയാണ് പോണത്? അതിലൊരു ടവറുകളുണ്ട്, MS ഉണ്ട്, BS ഉണ്ട്, മാസ്റ്റർ ടവർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അത് തന്നെയാണ് പടച്ച റബ്ബിന്റെ നെറ്റ്വർക്കിംഗ് സിസ്റ്റം എന്ന് എഴുതി കൊടുത്തു. മലക്കുകളുടെ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞു കൊടുത്തു, മനുഷ്യരെന്താണെന്ന് പറഞ്ഞു കൊടുത്തു, പടച്ചവന്റെ പണി എന്തെന്ന് പറഞ്ഞു. ഇങ്ങനെ എക്സാമ്പിളിലൂടെ നെറ്റ്വർക്കും ടവറുകളും സിഗ്നലുകളും സ്ഥാപിച്ച് ഒരു മനുഷ്യൻ എന്നതിൽ മൊബൈൽ ഫോണാണ്, അതിനെ കുത്തിപ്പൊട്ടിച്ച് നേരെ മണ്ണിൽ കരിച്ചു ഉണക്കി കഴിഞ്ഞാലും അതിന്റെ മുഴുവനും ഡാറ്റ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു സർവറിൽ സൂക്ഷിച്ചിരിപ്പുണ്ട് എന്ന് വരച്ചു കാണിച്ചു കൊടുത്തു. മനുഷ്യൻ മരണപ്പെട്ടു പോയാലും കത്തിക്കരിച്ചാലും അതിന്റെ ഡാറ്റ മാസ്റ്റർ കോപ്പി അതിന്റെ സർവറിൽ കിടപ്പുണ്ട് എന്ന് എഴുതി കാണിച്ചു കൊടുത്തു. 2006 അത്ഭുതത്തോടെ അവർ നോക്കി. തിരുത്തണമെന്ന് ചോദിച്ചു ഞാൻ ഉസ്താദുമാരോട്, എന്റെ എന്തെങ്കിലും പ്രശ്നം തിരുത്തണം. പബ്ലിക്കിൽ പറയുമ്പോൾ സൂക്ഷിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ എനിക്ക് പച്ചയ്ക്ക് പറയാം, ഇത് പബ്ലിക് അല്ല. സോ നിങ്ങളും നാളെ അടുത്ത സമൂഹത്തിന്റെ, അടുത്ത ജനതയുടെ, അടുത്ത സ്മാർട്ട് ജനറേഷന്റെ മുന്നിലേക്കാണ് നിങ്ങൾ പോണത്. നിങ്ങൾ ന്യൂ ജനറേഷൻ എങ്കിൽ അടുത്തത് ആൽഫ ജനറേഷൻ ആയിരിക്കും. ഈ ആൽഫയുടെ മുന്നിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കയ്യിൽ ഒരുപാട് എക്സാമ്പിളുകൾ വേണം, ഒരുപാട് ടെക്നോളജികൾ വേണം നിങ്ങളുടെ കയ്യിൽ. അത് വെച്ച് വേണം പുതുതലമുറയോട് സംസാരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. കാലം ഒരുപാട് മുന്നോട്ട് പോയി. ഇക്കഴിഞ്ഞ 2 മാസം മുന്നേ സയൻസും ഖുർആനും ടെക്നോളജിയും എന്നൊരു ടോപ്പിക് അവതരിപ്പിക്കാൻ അരിബാക്കി കാറ്റുപുറത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടോപ്പിക് എന്നോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. നുസ്രത്തിലെ ഒരു കോളേജിലേക്ക് ഞാൻ ഈ പ്രസന്റേഷനുമായി ഇപ്പച്ചത് കഴിഞ്ഞ മാസം. മരണാനന്തര ജീവിതമുണ്ട് എന്നതിന്റെ സയൻസ് കൊടുത്തു. ഖബറിലെ ചോദ്യങ്ങൾ ചെയ്യാനുള്ള സയൻസ് ഞാൻ അതിന് എക്സാമ്പിൾ ഇട്ട് കൊടുത്തു. AI ഇങ്ങനെ പോയാൽ എങ്ങനെയാകും എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ലോകം പോയാൽ എന്തായിരിക്കും, ഖിയാമത്ത് നടക്കൂല എന്നുള്ള തെളിവുകൾ നിരത്തി കൊടുത്തു. ഒരു മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ എന്താണ് എന്ന് സയൻസിലൂടെ എക്സാമ്പിൾ ഇട്ട് കൊടുത്തു. അതിനെല്ലാം ഇന്ന് തെളിവുകളാണ് ഇവിടെ. ഓരോ കഴിഞ്ഞ കാലം വെച്ച് നോക്കുമ്പോൾ മുന്നോട്ടുള്ള ഓരോ ടെക്നോളജി വളർച്ച നമുക്കത് സൂചിപ്പിക്കും. ഇനി കൂടുതലും ചിന്തിക്കേണ്ടി വരില്ല. എന്നാൽ ഞാൻ എന്നും ചിന്തിച്ചു പോകുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനതയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു പൊടി പോലും സംശയമില്ലാതെ അവിടുന്ന് ഏറ്റെടുത്തു. നമുക്ക് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് മുന്നിൽ ഉണ്ടായിട്ട് പോലും പുതുതലമുറക്ക് ഒരുപാട് സംശയങ്ങളാണ്. അതാണ് ഞാൻ കുട്ടി വായിച്ചത്. പക്ഷെ ഇനി അങ്ങോട്ടുണ്ടല്ലോ വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് ടെക്നോളജി വികസിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മേഖലയിൽ ധാരാളം അവസരങ്ങളുണ്ട്. നിങ്ങളുടെ ഇതേ യൂണിഫോം ധരിച്ചുകൊണ്ട്, ഇതേ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമായി നിങ്ങൾക്ക് എത്ര അവസരങ്ങളാണ് മുന്നിലിരിക്കുന്നത്. ഇന്ന് ഉസ്താദുമായി സംസാരിച്ചു. ഞങ്ങൾക്ക്
കിട്ടാത്തത് സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന സ്ട്രാറ്റജി മാനേജ്മെന്റ് പ്രൊഫഷണൽസിന് തന്ത്രജ്ഞരെയാണ് ഞങ്ങൾക്കൊക്കെ ഇനി ആവശ്യം. ഞങ്ങൾക്ക് റോബോട്ട് വേണ്ട, ഹാർഡ് വർക്കേഴ്സിനെ വേണ്ട, പകരം ഞങ്ങൾക്ക് സ്മാർട്ട് വർക്കേഴ്സിനെയാണ് വേണ്ടത്. സ്മാർട്ട് സിഇഒ എന്ന് പറയുന്ന പോസ്റ്റിന് നിങ്ങൾ 10 ലക്ഷം രൂപ ചോദിച്ചാൽ തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷെ ആ 10 ലക്ഷത്തിനുള്ള അർഹത നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തണം. ശമ്പളം എത്രയെന്ന് ഇന്റർവ്യൂവിൽ ചോദിക്കും. പ്രൊഫഷണൽസ് വരുമ്പോൾ ഈ യൂണിഫോം കണ്ട ഉടനെ ഞങ്ങൾ അതിന് 5 മാർക്ക് ഇടും. ടോട്ടൽ 50 മാർക്കാണെങ്കിൽ ഈ യൂണിഫോമിന് 5 മാർക്ക്. അതെന്തിനെന്നറിയോ? ഇവരെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് ആ മാർക്കിന്റെ അർത്ഥം. സത്യസന്ധരാണ് എന്നാണ് ആ മാർക്കിന്റെ അർത്ഥം. പല ആളുകളും പല സർട്ടിഫിക്കറ്റ് കൊണ്ടുതരും ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ ഈ ജോബ് അറിയാം, ഇതറിയാം, ഈ കോഴ്സ് പഠിച്ചു, ഞാനൊരു സത്യസന്ധനാണ്, ഞാൻ നിങ്ങളെ ചതിക്കൂല എന്ന് എന്ത് സർട്ടിഫിക്കറ്റാണ് നിങ്ങളെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോ ഇന്ന് വരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ പ്രത്യേകതയാണ്. ഞങ്ങളെ പോലുള്ള വ്യവസായികൾ നിങ്ങൾക്കിടുന്ന മാർക്കാണത്. ഞങ്ങൾ സത്യസന്ധരാണ്, അത് നിങ്ങളുടെ ജീവിതത്തിലുള്ളതാ. അതൊരിക്കലും ഒരു ഇന്റർവ്യൂയിലൂടെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് നിങ്ങൾ അറിയാതെ നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. ഈ കോഴ്സിലൂടെ, ഈ സിലബസിലൂടെ, ഈ ക്യാമ്പസിലൂടെ, ഇത്തരം ഉസ്താദുമാരുടെ ഇടപെടലിലൂടെ നിങ്ങളിൽ വന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഇത്തരം തന്ത്രജ്ഞാനികളെ പല കമ്പനിയും അവരുടെ തന്ത്രജ്ഞനായിട്ട് വെക്കും, സാമ്പത്തിക കൈകാര്യം ചെയ്യാനത് വെക്കും. 50-100 ഡയറക്ടേഴ്സും ഇൻവെസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ ഒരു തന്ത്രജ്ഞനെ വെക്കും. ഈ സമ്പത്തുകൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് ഈ സത്യസന്ധൻ, ഈ ഇമാംദാരി പറഞ്ഞു തരും. അത്തരം സത്യസന്ധനെ കോടികൾ കയ്യിൽ കൊടുക്കും, കോടികൾ കയ്യിലേൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് എന്റർപ്രനർ ഇൻവെസ്റ്റർ പറയും, എനിക്ക് നിങ്ങൾ എന്ത് സാലറി തരും, എനിക്കെന്ന് നിങ്ങൾ ശമ്പളം തരും, എനിക്കെന്ന് നിന്റെ ലാഭം തരും എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ കയ്യിൽ വെച്ച് കൊടുക്കാൻ എത്രയോ കമ്പനികൾ തയ്യാറാ. പക്ഷേ കിട്ടുന്നില്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടുന്നില്ല. ഞാനൊരു സത്യസന്ധനാണ് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ പറയാൻ ചങ്കുറ്റമുള്ള യുവാക്കൾ കടന്നു വരുന്നില്ല. അവിടെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി. പല ഇന്റർവ്യൂവിലും പല ആൾക്കാരെടുക്കുന്നുണ്ട്. നിങ്ങൾ അപേക്ഷിക്കണം, ഈ യൂണിഫോം ഇട്ടുകൊണ്ട് അപേക്ഷിക്കണം. നല്ല അവസരമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ആളുകളുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ ആളുകൾ കുറവാണ്. ഏതോ ഒരുത്തൻ വിദേശത്ത് നിന്ന് വന്നു, 5-10 ലക്ഷം ഓരോരുത്തരിട്ടു, 1 കോടിയോളം രൂപ വരുന്നുണ്ട്. ഇതൊന്ന് ഏൽപ്പിക്കണം. ആരേൽപ്പിക്കും? അപ്പൊ ആരോ പറഞ്ഞു, ഇവിടെ പള്ളിയിലെ ഇമാമ സത്യസന്ധനാണ്, അവർക്ക് ഏൽപ്പിച്ചു. കച്ചവടാക്ക പൊട്ടി. അദ്ദേഹത്തിന് ഈമാൻദാരിയാണ്, സത്യസന്ധനാണ്, പക്ഷെ വിവരം ഉണ്ടായിരുന്നില്ല. എങ്ങനെ കച്ചവടം ചെയ്യണമെന്നറിയില്ല, പരാജയപ്പെടും. അതുകൊണ്ട് ബിസിനസിന്റെ പ്രൊഫഷണലിസം നിങ്ങൾ പഠിക്കണം. കൂടെ ഈ സത്യസന്ധതയും ബിസിനസിന്റെ തന്ത്രവും മന്ത്രവും പഠിച്ചു കഴിഞ്ഞാൽ വലിയ അവസരങ്ങളാണ് നിങ്ങളുടെ തേടി വരിക. ഞങ്ങളുടെ ഓരോ സ്ഥാപനത്തിലും ഞങ്ങൾ ഇത്തരക്കാരെ വെക്കും. ഇന്നും മറന്നിട്ടില്ല, കോട്ടക്കൽ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഞാൻ അറിയില്ലായിരുന്നു ഇദ്ദേഹം ഇത്ര നല്ല മനുഷ്യരാണെന്ന്. കാരണം അദ്ദേഹത്തിന് വലിയ താടിയില്ല, വലിയ തലക്കെട്ടില്ല, വെളുത്ത യൂണിഫോം ഇല്ല. അതുകൊണ്ട് മനസ്സിലായില്ല അതൊരു പണ്ഡിതനാണോ അല്ലേ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു, എല്ലാം ഓക്കെയാണ്, എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റുഡൻസ് കെയർ മാനേജർ എന്ന പോസ്റ്റാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഡൽഹിയിലേക്കാണ് പോകേണ്ടത്. പക്ഷെ ആദ്യത്തെ 1 കൊല്ലം കോട്ടക്കൽ കേരളത്തിൽ പ്രവർത്തിക്കണം, എന്നിട്ട് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അദ്ദേഹത്തിന് എല്ലാം ഓക്കെയാണ്, ശമ്പളവും എല്ലാം റെഡിയായി, ഇൻസെന്റീവും എവരിത്തിങ് റെഡി. പക്ഷെ ആ സമയത്ത് അവസാന നിമിഷം അയാൾ ഓക്കെയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു റിക്വസ്റ്റ് ചെയ്തു, എക്സ്ക്യൂസ് മീ, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഇതൊരു മുസ്ലിം കമ്പനിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞായറാഴ്ച നിങ്ങൾക്ക് എന്ത് ജോലിയും ഞാൻ ചെയ്തു തന്നേക്കാം, വെള്ളിയാഴ്ച എനിക്കൊരു ലീവ് തരുമോ എന്ന്. ഇവിടെ ഞായറാഴ്ചയുടെ ഒഴിവ്, വെള്ളി വർക്കിംഗ് ഡേ ആണ്. എന്താ കാരണമെന്ന് ചോദിച്ചു. ഞാനൊരു പള്ളിയിലെ ഇമാമാണ്, എനിക്ക് ഖുത്ബ നിർവഹിക്കണം, എനിക്ക് ഖുത്ബ നിർവഹിക്കാനാണ്. ഇവിടുന്ന് ശമ്പളം കിട്ടിയാൽ ആ മഹലിലെ ശമ്പളം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും എന്റെ പാർട്ണറും കണ്ണു നിറഞ്ഞു പോയി. എന്താ ചോദിച്ചത്? ഞാൻ ശമ്പളക്കാരനാണ്, പള്ളിയിലെ ഇമാമാണ്, ആ ഖുത്ബ നിർവഹിക്കാൻ, ആ ഇമാമത്ത് നിൽക്കാൻ, പ്രധാന ഇമാമത്ത് നിൽക്കാനല്ല, ഖുത്ബ നിർവഹിക്കാൻ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അത് എനിക്ക് ഉപേക്ഷിക്കണം. നിങ്ങളെ ശമ്പളം മതി, സൗജന്യമായ ഖുത്ബ നിർവഹിക്കാൻ എനിക്ക് പോകണം, അതിനാണ് കൂടുതൽ പ്രതിഫലം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഒന്നും സംശയിച്ചില്ല, ഉടനെ തന്നെ അതിന്റെ താഴെ വെച്ചു. അദ്ദേഹം ഒരു
മുജാഹിദ് പ്രസ്ഥാനക്കാരനോ സലഫി പ്രസ്ഥാനക്കാരനോ ആണ്. അതുകൊണ്ടായിരിക്കാം തലയിൽ കെട്ടും എടുത്ത് കുപ്പായൊന്നും ഇല്ലാത്തത്. അതൊന്നും നോക്കിയില്ല. ആ വാക്കിന് ഞാൻ വാല്യൂ കൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിയത്തത സ്വീകരിക്കട്ടെ, അത്രേ നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്നും അതിൽ സംഘടന വൈരുദ്ധ്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു സുന്നിയാണ്. ഒരുപാട് പാട്ടന്മാര് മുജാഹിദുകളും സലഫികളും അതുപോലെ തബ്ലീഗുകാരും ജമാഅത്തുകാരും ഒക്കെ ഉണ്ട് നമ്മുടെ ബിസിനസ്സിൽ. ഹിന്ദു മുസൽമാനും ഒക്കെ ഉണ്ട്. ബിസിനസ് അങ്ങനെയാണല്ലോ. അദ്ദേഹം ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. വെള്ളിയാഴ്ച ലീവ് കൊടുത്തു. പക്ഷേ വെള്ളിയാഴ്ച 3 മണിക്ക് അദ്ദേഹം കടന്നു വരും. മുഴുവൻ ദിവസം ലീവ് കിട്ടിയിട്ടും അനുവദിച്ചിട്ടും ഒരു 3 മണിക്ക് ജുമുഅ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 3 മണിക്ക് കമ്പനിയിലേക്ക് ദിവസവും വരുന്നത് കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ലീവ് തന്നിട്ടും 3 മണിക്ക് എന്തേ വന്നു? ആ 3 മണിയോട് കൂടി കഴിയുമല്ല, രാവിലെ എണീക്കുക, ആ ഖുതുബക്കുള്ള കാര്യങ്ങളൊക്കെ എഴുതിണ്ടാക്കുക, എന്നിട്ട് നേരത്തെ പള്ളിയിൽ പോവുക. ഖുതുബ കഴിഞ്ഞു, അതേപോലെ എന്റെ പ്രഭാഷണം ക്ലാസും കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചാൽ ഒരു 3 മണിക്ക് എനിക്ക് എത്താൻ പറ്റും. ഡാഷ് സ്ഥലത്താണല്ലോ എന്റെ വീടും പള്ളിയും എന്ന് പറഞ്ഞപ്പോ അവരാണ് സത്യസന്ധൻ. ആ സമയത്തിന്റെ കൃത്യത പാലിച്ചു. കാരണം ഇന്റർവ്യൂവിൽ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരുന്നത് 1 മാസത്തേക്ക് 30 ദിവസത്തേക്കാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറിലേക്കാണ്. കിടന്നുറങ്ങാനും ഞങ്ങൾ ശമ്പളം തരും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇപ്പോ 24 മണിക്കൂറിലേക്കാണ് ശമ്പളം തരുന്നത്. 364 ദിവസത്തേക്കാണ് ശമ്പളം തരുന്നത്. ഹോളിഡേ എന്നത് ഡിക്ഷണറിയിലില്ല, ഞായറാഴ്ച എന്നത് ഡിക്ഷണറിയിലില്ല. ഞായറാഴ്ച കമ്പനി തുറക്കില്ല. നിങ്ങൾ ഭാര്യ വീട്ടിൽ കിടന്നോ, ഞങ്ങൾ ശമ്പളം തരാം. അത് ഞങ്ങളുടെ ശമ്പളത്തിന്റെ ഞങ്ങളുടെ അവസാനമാണ്. നിന്റെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവസാനമാണ്. അങ്ങനെ തന്നെ പറഞ്ഞു. ഒഴിവുണ്ടോ, നോമ്പാണോ പെരുന്നാളാണോ, ഞങ്ങൾ ശമ്പളം തരണം. നീ വർക്ക് ചെയ്യണ്ട, നീ വീട്ടിലിരുന്നോ. അല്ലാതെ അത് നിന്റെ ദിവസങ്ങളല്ല, നമ്മുടെ ദിവസങ്ങളാ ശമ്പളത്തിലുള്ളതാ. ഞായറാഴ്ച ശമ്പളം തരാ, നീ ജോലിക്ക് വരണ്ട. പകലിന് 8 മണിക്കൂർ പണിയെടുത്താൽ മതി. ബാക്കി 8 മണിക്കൂർ 12 മണിക്കൂർ 16 മണിക്കൂർ വീട്ടിലിരിക്ക്, ഞങ്ങൾ ശമ്പളം തരാം. ശമ്പളം ഇത് മനസ്സിലാക്കണം. അതെല്ലാം മനസ്സിലാക്കി കൊടുത്ത അദ്ദേഹം പിന്നെ എന്തേ ഈ 3 മണിക്ക് വന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇന്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞില്ലേ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ജോലി ചെയ്ത ബാക്കിയും ശമ്പളം തരുമെന്ന്. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. എനിക്കറിയാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു സാറേ എന്ന് പറഞ്ഞ് 3 മണിക്ക് കൃത്യമായും അദ്ദേഹം ജുമുഅ കഴിഞ്ഞിട്ട് എന്റെ ഓഫീസിൽ വന്ന് ജോലിയിൽ പ്രവേശിച്ചപ്പോ ആ മനുഷ്യനെ ഞങ്ങൾ ഒരു പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തു. ഇവനെയാണ് വളർത്തേണ്ടത്, ഇവന്റെ കയ്യിലാണ് താക്കോലേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമം, ഇവൻ സത്യസന്ധനാണെന്ന് അവന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. കഴിയോ നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ? ഇങ്ങനെ കഴിയുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ അദ്ദേഹത്തെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നാളെ മുതൽ ഡൽഹിയിലേക്കാണ് പോകേണ്ടത്. അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടം തോന്നി. എന്റെ കുടുംബവും ഭാര്യ വിട്ട് പോകുന്ന സങ്കടമാണോ ചോദിച്ചപ്പോ പറഞ്ഞത്, അല്ല, ഒരുപാട് ആളുകൾ എന്റെ പ്രഭാഷണം കേൾക്കാൻ ആ പള്ളിയിൽ കൂടാറുണ്ട്. ഇനി അവരുമായി അഭിസംബോധന ചെയ്യാൻ ഞാൻ ഇല്ലാതെ പോകുമല്ലോ എന്നോർത്താണ് സാറേ ഞാൻ കരയുന്നത്, സങ്കടപ്പെടുന്നത്. ശമ്പളമില്ലാത്ത ക്ലാസ്, ശമ്പളമില്ലാത്ത ഖുതുബ, ശമ്പളമില്ലാത്ത ഇമാമത്ത്. എത്ര ശമ്പളമാണ് അദ്ദേഹത്തിന് ഈ ലോകത്തും കിട്ടുന്നത്? ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളം, പടച്ചറപ്പ് കൊടുക്കുന്ന ശമ്പളം. അദ്ദേഹത്തിന്റെ കോടീശ്വരൻ. എന്താ ആ ലൈനിലൊന്ന് ചിന്തിച്ചു പോയിക്കൂടെ? അങ്ങനെ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടു. ഡൽഹിയിൽ സങ്കടത്തോടെ എത്തി. പക്ഷേ വെറും 2-3 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു, ഇതാ ഇവിടെ ഒരു മലയാളികളുടെ ഒരുമിച്ച് കൂടുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ എനിക്ക് ഖുതുബ നടത്താൻ ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടത്തെ പോലെ കേരളത്തെ പോലെ ഞാനും വെള്ളിയാഴ്ച ഒന്ന് പൊയ്ക്കോട്ടെ. ഞാൻ വെള്ളിയാഴ്ച അവിടെ പോയിക്കോട്ടെ. ഉടനെ തന്നെ സമ്മതിച്ചു. ഞങ്ങളുടെ വാട്ടർമാരെ കൂടി അല്ലാത്തത് നമ്മുടെ കമ്പനിക്ക് അതിൽ ബർക്കത്തായിരിക്കും, അവർ പോകട്ടെ. പോയി അദ്ദേഹം വീണ്ടും ആ പള്ളിയുമായി ബന്ധപ്പെട്ട് 4 കൊല്ലത്തോളം അവിടെ ജോലി ചെയ്തു. ഇടക്കിടക്ക് നാട്ടിലേക്ക് വരുമ്പോ അവിടെ ഒരുപാട് തുണിയും ഡ്രസ്സുകളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ട്രെയിനിങ്ങുകളാണ്. ആ ട്രെയിനിങ്ങിൽ കൊണ്ടുപോകുന്ന സാധനം എന്തിനാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയും, നാട്ടിൽ ലീവിന് വരുമ്പോൾ ആ പള്ളിയിൽ വെച്ച് എനിക്ക് വിൽക്കാനാണ്. പള്ളിയിൽ ആൾക്കാർ കൂടും, ഞാനൊരു സൈഡിൽ അത് വെക്കും, എന്റെ ആ മുണ്ടും സാധനം ഒക്കെ ആൾക്കാർ വാങ്ങും. എന്നോട് ജനങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ്.
എന്ത് വിലട്ടാലും ആൾക്കാർ അത് വാങ്ങും. കാരണം ഈ ഉസ്താദ് തരുന്ന മുതല, ഉസ്താദ് നല്ലവനാണ്, സത്യസന്ധനാണ്, വൃത്തിയുള്ളവനാണ്. അതുകൊണ്ട് അദ്ദേഹം പറയില്ല, ഞാനത് പറയാം, അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ സാധനങ്ങൾ ആൾക്കാർ വാങ്ങും, ആൾക്കാർക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഓരോ 6 മാസം പോകുമ്പോഴും അയാൾ ഒരു കെട്ടുമായിട്ടാണ് പോകണം. അങ്ങനെ 4 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളെ മുന്നിൽ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പിരിഞ്ഞു പോയിക്കോട്ടെ ഈ സ്ഥാപനത്തിൽ. എന്തേ ഉസ്താദേ? അല്ല ഒന്നുമില്ല, ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്തേ? ഈ ഡൽഹിയിൽ വന്ന് ഈ ഡ്രസ്സുകളൊക്കെ മേടിച്ച് ഹോൾസെയിലായി മേടിച്ച് എൻ്റെ നാട്ടിൽ ഒരു ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ, ആയിക്കോട്ടെ. എന്നാൽ എനിക്കവിടെ ഖുത്ബ നിർവഹിക്കാം, പ്രഭാഷണം നടത്താൻ, ക്ലാസ് എടുക്കാം, എന്റെ കച്ചവടം നടക്കുമല്ലോ. അൽഹംദുലില്ലാ, ഇന്ന് അയാൾ ഒരു എന്റർപ്രനറാണ്, ഇന്ന് അയാൾ ഒരു സംരംഭകനാണ്, ഇന്ന് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനും ഹദീസും ഇതുപോലെ പഠിച്ച ഒരാൾക്ക് ഒരു കച്ചവടക്കാരനായിക്കൂടെ എന്ന് പല തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക ഒരു സിമ്പതി പോലും ഉണ്ട്. ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക സിമ്പതി ഉണ്ട്. അത് ഈ അടുത്താണ് ഞാൻ ഒന്നുകൂടി ഫീൽ ചെയ്ത് മനസ്സിലാക്കിയത്. കോട്ടക്കല് ചങ്കുവട്ടിയുടെ ഒരു മീൻ കുറിച്ചുകൊണ്ട് ഒരു ചെന്നായി കണ്ട ഒരു ജാതി വൃത്തിയൊന്നും തോന്നില്ല. മുന്നൊക്കെ ഇങ്ങനെ നീറ്റുന്നിട്ട് അവിടെ ഇവിടെ 4-3 രോമുണ്ട്. ഇടക്ക് തൊപ്പിടും, ഇടക്ക് തൊപ്പിടൂല. പാൻറ്റും കുപ്പായമാണ്. ഏതോ മദ്രസയെന്നോ പള്ളിയെന്നോ ചാടി പോകുന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം തൊപ്പി തലയിൽ മീൻ കച്ചവടം ചെയ്യണോ, തൊപ്പിടുമ്പോ അതിലെവിടെയോ എന്തോ ഉണ്ടല്ലോ. അതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരിക്കൽ മീൻ പങ്കിയോടെ എടുത്തിട്ട് കൊണ്ട ആദ്യമൊക്കെ ഏടാമനെ വിളിച്ചിരുന്നത് ഞാൻ വെറുതെ കുഞ്ഞാപ്പോ എന്നൊക്കെ വിളിക്കും. ഓമനെ പേര് ഒരു തമാശക്ക് വിളിക്കണം. കുഞ്ഞാപ്പോ ഈ മീനെ കൊണ്ടാ പുള്ളി എന്നോട് വാങ്ങണ്ട, അയാളെ മീൻ തന്നെ എന്നോട് വാങ്ങണ്ട. അപ്പൊ ഞാൻ ഇപ്പത്തന്നെ അയിലങ്കരിക്കണം. എന്നാ ഇതെന്താടാ? എന്തൊക്കെ ഇയാളി പറയാൻ മനസ്സിലാവുന്നില്ല. ഞാൻ എടുത്തു കഴിയുന്നു. അപ്പൊ പറഞ്ഞു, നിന്റെ മീൻ കുറച്ച് ചീന, ഇന്നലെ കറണ്ട് പോയിക്കണു. അപ്പുറത്തെ മീൻ നല്ല മീനാണ്, അത് ഇന്ന് പുതിയത് വന്നതാണ്, അന്ന് മേടിച്ചോളി. ഇത് ഞാൻ വല്ല മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കുറഞ്ഞ വിലക്കത് ഒഴിവാക്കിക്കോളാം, അത് പറഞ്ഞിട്ട് തന്നെ പൊക്കുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്നെ പോലുള്ള ഒരു കസ്റ്റമറെ അവൻ എന്നേക്കുമായി നിലനിർത്തിയെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലായി, അത് മാത്രമേ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവനാരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവൻ ബിസിനസ് പഠിച്ച തന്ത്രജ്ഞനോ അതല്ല പടച്ചോനെ പേടിച്ചിട്ടോ എന്തോ അതെനിക്ക് മനസ്സിലായില്ല. എന്ത് തരം ബിസിനസ് ആണ് ഇതെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇതിൽ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. ഒരു കസ്റ്റമറെ നിലനിർത്താൻ ഇത്തരം തന്ത്രമന്ത്രങ്ങൾ, ഹക്കായ വാക്കുകൾ അനുയോജ്യമാണെന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ബിസിനസ് ആണ് അതൊക്കെ, അല്ലേ? ഞാൻ ഈ കഥ വേറൊരാളോട് പറഞ്ഞപ്പോ അയാൾ പറയാ പൊട്ട, അവൻ ഖുർആൻ പഠിച്ച ഒരു ഹാഫിള, നിനക്കറിയില്ലേ? എന്റെ മനസ്സ് ആയപ്പോ ഒരു ഹാഫിള മീൻ കച്ചവടം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. പിറ്റേ ദിവസം ഓടി വന്ന എനിക്ക് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞാൽ അയാളെ കെട്ടിപ്പിടിച്ചു മീന് 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 എന്ന് പറഞ്ഞ എന്നെ മുന്തി. എടാ, ഇത് മീനിൻ്റെതല്ല, എനിക്കിപ്പോ സുഗന്ധമാ, എന്നോട് വല്ലാത്ത മഹബത്താണെന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് അവനോട് ക്ഷമാപണം നടത്തിയിട്ടാണ് ഹംസവർദ്ധൻ പോകുന്നത്. അന്നു മുതൽ പിന്നെ എന്ന് വരെ അവന്റെ കട ഉണ്ടാകോ അതുവരെ അവന്റെ കടയിൽ നിന്നേ ഞാൻ മീൻ മേടിച്ചിട്ടുള്ളൂ. ഞാൻ ഇത് പറഞ്ഞവരൊക്കെ വാങ്ങാൻ തുടങ്ങി. ഇപ്പോൾ അവൻ എവിടെ എത്തി? അവൻ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ, 4 വണ്ടിയുടെ മുതലാളിയാണ്. ബൈപ്പാസ് കോട്ടക്കല ബൈപ്പാസ് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാ. അവന്റെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കൊണ്ടുപോകണു. സ്വന്തം ഒരു ആൾട്ടോ കാർ സ്വന്തമാക്കി അവൻ രാജകീയമായി മറ്റുള്ള പോലെ സുന്ദരമായി ജീവിക്കുന്നു. അവന്റെ മേലിൽ മീൻചാറുള്ളത് കൊണ്ട് അവൻ വെളുത്ത തുണിയും കുപ്പായിടാത്തതോ പറഞ്ഞു. തലയിൽ കെട്ടുണ്ടാകും, ആ കെട്ടിന് പകരം തൊപ്പി വെച്ചു. ഞാൻ ഇടക്ക് വെക്കും, ഇടക്ക് വെക്കൂല. അതിൽ തൊട്ടപ്പോ മീൻചാറായപ്പോ എടുത്തു വെച്ചതാണ്. നോക്കണം നിങ്ങൾ, ദീന് പഠിച്ചു, ഖുർആൻ പഠിച്ചു എന്നതുകൊണ്ട് ചെളി മേലാവാൻ പാടില്ല, മീൻചാറ് മേലാവാൻ പാടില്ല, ഇറച്ചിപ്പണി പാടില്ല, തലയിൽ ഏറ്റാൻ പാടില്ല എന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? എവിടെയോ തെറ്റിദ്ധരിക്കപ്പെട്ട കുറെ കാര്യങ്ങളാണ്. ബിസിനസ് രംഗത്തേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു പ്രത്യേക സിമ്പതി പോലുണ്ട്. നിങ്ങളാണ് ഒരു ബിസിനസ് ചെയ്യുന്നതെങ്കിൽ കോവിഡ് കാലത്ത് മനസ്സിലായതാണ് അതൊക്കെ. എത്രയോ ഉസ്താദുമാർ, യൂണിഫോം ധരിച്ച പാവപ്പെട്ട ഉസ്താദുമാർ മദ്രസയിലും പള്ളിയിലും പണിയില്ലാതായപ്പോ കയ്യാട്ടാനും ദുആ ചെയ്യാനും ഇറക്കാനുമില്ല അവർ പോയത്. മറ്റുള്ളവന്റെ പൈസ എങ്ങനെയെങ്കിലും മോഹിക്കാനല്ല. ഫുട്പാത്തിൽ മുണ്ട് വിരിച്ചുകൊണ്ട് പച്ചക്കറിയും ബിസ്ക്കറ്റും കേക്കും നിരത്തി വെച്ചുകൊണ്ട് ഇത് വാങ്ങിച്ചോറി എന്റെ വീട്ടിൽ എന്റെ ഉമ്മ ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞു വെക്കുമ്പോ എത്രയോ ആയിരങ്ങളാണ് അത് മേടിച്ചു കൊണ്ടുപോയത്. ഞാനടക്കം
നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്, സിമ്പതിയുണ്ട്. നാട്ടുകാർ എല്ലാവരും ഒരുപോലെയൊന്നുമല്ല. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. ഇതും നിങ്ങൾക്കൊരു ബിസിനസ് മേഖലയിലേക്ക് വരാൻ സാധിക്കുന്ന കുറെ പോയിന്റുകളാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു ബിസിനസ്സുകാരനായതല്ല. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഒരുപാട് വിവരവും ഒരുപാട് സമ്പത്തും ഒരുപാട് പ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകാൻ പാടുള്ളൂ എന്ന് എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഉപ്പയുടെ കൂടെ ഒരു സെമിനാറിൽ പോയപ്പോ ഒരു അധ്യാപകൻ പറഞ്ഞ വാക്കുകളാണ് എന്നെ ഓർമ്മ വരുന്നത്. ഞാനൊരു കുട്ടിയാണ്, ഒരു 10 വയസ്സിന്റെ താഴെയാണ്. ഉപ്പനെ പോലുള്ള ആളുകൾക്ക് ക്ലാസ് എടുക്കണം. ഇവിടെ ഒരു എന്റർപ്രനർ തന്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്ന ഒരു വേദി. അവിടെ എന്റെ ഉപ്പ ഇരിക്കുന്നു, ഏറ്റവും പുറകിൽ ഞാനിരിക്കുന്നു. ഈ അധ്യാപകന്റെ ക്ലാസ് ആരംഭിച്ചു. ലോകത്ത് ഇന്ന് വരെ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. 9 വയസ്സിലോ 10 വയസ്സിലോ ഞാൻ കേട്ട ആദ്യത്തെ മോട്ടിവേഷണൽ സ്പീച്ച്. ലോകത്ത് ഇന്ന് വരെ ഒരു സംരംഭവും ഒരു ബിസിനസ്സുകാരനും പരാജയപ്പെട്ടിട്ടില്ല. ഒരു സംരംഭകനോ ഒരു ബിസിനസ്സുകാരനോ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ലോകത്തെ ഇന്ന് വരെ ഒരു സംരംഭകനും അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോ പരാജയപ്പെട്ടിട്ടില്ല. എന്തോ സംഭവം അവിടെ പറഞ്ഞ് ഒന്നും കൂടി ആവർത്തിക്കണം. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഇന്ന് വരെ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയത് അത് തെറ്റായ കുട്ടിയാണ് ഞാൻ. ഇത് ക്ലിയറാണ്. ഇതൊന്ന് ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങളും അംഗീകരിക്കുക. ലോകം ഇന്ന് വരെ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടിട്ടില്ല. ബിസിനസ് അല്ല പരാജയപ്പെടുന്നത്, അദ്ദേഹം കൺക്ലൂഡ് ചെയ്യണം. ബിസിനസ് അല്ല പരാജയപ്പെടുന്നത്, ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് ഇവിടെ പരാജയപ്പെടുന്നത്. അത് നിങ്ങളാകരുതേ. അന്ന് ഞാൻ കേട്ട മെസ്സേജാണ്. ലോകത്ത് ഇന്ന് വരെ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടിട്ടില്ല. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, സംരംഭകൻ പരാജയപ്പെടുന്നു, സംരംഭമല്ല അവിടെ പരാജയപ്പെടുന്നത് എന്ന് അദ്ദേഹം തിരുത്തി വായിക്കുന്നു. നോക്കണം നിങ്ങൾ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേഷൻ. സമ്പത്ത് ഒരു ബിസിനസ്സുകാരുടെ തടസ്സമല്ല, അദ്ദേഹം എന്ന് പറയാം. പ്രായം ഒരു തടസ്സമല്ല. എന്റെ ഉപ്പനോട് പറയുന്നത് കേൾക്കുന്നത് മോനായി ഞാനാണ്. അപ്പൊ പണം, അറിവ്, പ്രായം, ഇത് മൂന്നും ഒരു ബിസിനസ്സുകാരന്റെ തടസ്സമല്ല. അതിന് മൂന്നും ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ഏറ്റവും പുറകിരിക്കുന്നത് ഞാൻ. കാരണം മൂന്നും എനിക്കില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? പിന്നീട് അതായിരുന്നു എന്റെ ചിന്ത. എന്റെ മനസ്സിൽ ഒരു ബിസിനസ്സുകാരനാവാൻ മോഹിച്ചു. ഞാനും ഇറങ്ങി പുറപ്പെട്ടു കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങൾ ചെയ്യാൻ. മറന്നിട്ടില്ല, കടല കച്ചവടമാണ് ആദ്യം ചെയ്തത് 8ാമത്തെ വയസ്സിൽ. കപ്പലണ്ടി കച്ചവടം. അത് കിട്ടിയ പണം കൊണ്ടാണ് എന്റെ ഡ്രസ്സൊന്നും മേടിക്കാൻ കഴിയില്ല, പേനയും പെൻസിലും മേടിക്കാം. ജൂൺ മാസം 1-ാം തീയതി ക്ലാസ് തുറക്കണം. തലേ ദിവസം ഉമ്മ പറഞ്ഞു നാളെയാണ് സ്കൂൾ തുറക്കുന്നത്, മോനെ നിന്റെ ഡ്രസ്സുകളൊക്കെ അഴിച്ചു വെക്ക്, എല്ലാം ഞാൻ തിരുമ്പി റെഡിയാക്കി തരാമെന്ന്. നേരം പുലർന്നു. എല്ലാവർക്കും നല്ല യൂണിഫോം ഇല്ലെങ്കിലും പുത്തനുടുപ്പ്, സ്ലേറ്റ്, ബുക്ക്, ബാഗ്, ചെരുപ്പ്, കൊട, തോറ്റും പാത്രം, ഉപ്പുമാവ് മേടിക്കുന്ന പാത്രം, ഇങ്ങനെ പലതും. പക്ഷെ അംശമൊന്നുമില്ല. നേരം പുലർന്നു. ചായയും കടിയും എന്റെ മുന്നിലേക്ക് എന്റെ ഉമ്മ എടുത്തു വെച്ചു. കട്ടൻ ചായയിലെ അരിമണി വെറുത്ത കടിയിട്ട് വെച്ച് ഒരു കൈ കൊണ്ട് അത് മുന്തി കുടിക്കുമ്പോ ആർത്തിയോടെ എന്റെ ഉമ്മനോട് ഞാൻ ചോദിച്ച ചോദ്യം മറന്നിട്ടില്ല. 8ാമത്തെ വയസ്സിൽ 3-ാം ക്ലാസ്സിൽ, ഉമ്മ എവിടുന്ന് കിട്ടി നമുക്ക് ഈ അരി ഭക്ഷണം എന്ന്? അരിമണി എവിടുന്ന് കിട്ടിയ നോക്കണം. വീട്ടിൽ അരി വാങ്ങാറില്ല. എപ്പോഴോ കിട്ടുന്ന ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഗോതമ്പ് വാങ്ങി അത് പുഴുങ്ങിയിട്ടും കഞ്ഞി വെച്ചിട്ടുവാ വീട്ടിൽ കഴിയാറ്. അരി പാവപ്പെട്ടവർക്ക് അർഹതയില്ല, അത് പണക്കാരുടെ ഭക്ഷണമാണ് എന്ന അന്നത്തെ കാഴ്ചപ്പാട്. ആർത്തിയോടെ മുണ്ടിപ്പിടിച്ചപ്പോ എന്റെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എന്റെ കയ്യും പിടിച്ച് കോലായിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞത്, മോനെ നോക്കടാ, ഒരു ഭിക്ഷക്കാരൻ ഒരു വെല്ലിപ്പ കിടക്കുന്നത് കണ്ടോ? ചാക്ക് കൊണ്ട് പുതച്ചുകൊണ്ട് ഒരു പ്രായം ചെന്ന നിലവും മുടിയൊക്കെ നനച്ച് വല്ലാത്തൊരു പ്രാകൃത രൂപത്തിൽ കിടക്കുന്ന ഒരു വെല്ലിപ്പാനെ ചൂണ്ടി എന്റെ ഉമ്മ പറഞ്ഞു തന്നൊരു വാക്ക് മറന്നിട്ടില്ല. മോനെ, ഇന്നലെ യാചിച്ചു വന്ന ആ ഉപ്പ, ആ വെല്ലിപ്പ എന്റെ അടുത്തൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ നിന്നും ഒരു പിടി അരിയാ മോനെ, 2 പിടിയിൽ 1 പിടി അദ്ദേഹത്തിന് കഞ്ഞി വെച്ചു കൊടുത്തു. ബാക്കി 1/2 പിടി 1 പിടി കൊണ്ടാ മോനെ ഈ അരിമണി വറുത്ത് കടിയാക്കി ചായക്കടി തന്നത് എന്ന് ആ ഉമ്മ പറയുമ്പോ ആ ഉമ്മന്റെ വിഷമം എത്ര വലുതാണ് എന്ന് ഓർക്കാൻ പോലുള്ള ഒരു കഴിവും ബുദ്ധിയും അംശത്തില്ലായിരുന്നു. പക്ഷെ ഒന്ന് പറഞ്ഞു ഞാൻ ഉമ്മയോട്, എന്നാ ആ വല്യപ്പനോട് എന്നും വരാൻ പറയേ, നമുക്ക് എന്നും അരി കിട്ടുമല്ലോ എന്ന് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. ആ വീട്ടിലെ പ്രാരാബ്ദം എത്ര വലുതാണ്. സ്കൂളിലെത്തി
ഒന്നാം ക്ലാസ്സിലെ സുഗണൻ മാഷ് ചൂരൽ വടിയുമായി വരികയാണ്. രണ്ടാമത്തെ ദിവസമെത്തി. അദ്ദേഹം ചോദിച്ച ചോദ്യം എല്ലാവരോടും ചോദിക്കും. കണക്കാണ്. 1 3 എത്ര, 2 3 എത്ര, ഇങ്ങനെ 1ന്റെയും 5ന്റെയും ഇടയിലെ നമ്പറുകൾ മാത്രം വെച്ച് കൂട്ടാൻ വേണ്ടി പറയും. എല്ലാവരും എണീറ്റ് നിന്ന് സ്വന്തം സ്ലേറ്റിലേക്ക് ഇങ്ങനെ കാണിക്കണം. അങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ. ഹംസന്റെ അടുത്തേക്ക് ചൂരൽ വടി വന്നു. 2 കൂട്ടണം 3 സമം എത്ര എന്ന് എഴുതി കാണിക്കണം. 2 ആണെന്നും 3 ആണെന്നും അതിന്റെ റിസൾട്ട് 5 ആണെന്നും ഹംസ എണീറ്റ് നിന്ന് പോക്കറ്റിൽ കൈയിട്ടപ്പോ കാണുന്നില്ല ഒരു കുറ്റി പെൻസില് കഷ്ണം. എവിടെ പോയി എന്നറിയാൻ നോക്കുമ്പോഴാണ് അറിയുന്നത് ആരോ ഊരി വലിച്ചെറിഞ്ഞ ഒരു കീറക്കുപ്പായം എവിടുന്നോ ഉമ്മക്ക് കിട്ടി. അത് അലക്കി അത് തുന്നിപ്പിടിപ്പിച്ചിട്ട് തന്ന ഒട്ടക്കീസ പൊട്ടിപ്പോയതാ. അതിലൂടെ ആ പെൻസിൽ ചോർന്നു പോയത് എന്ന് അധ്യാപകരോട് പറയാനുള്ള ചങ്കൂറ്റം പോലും ഹംസക്കില്ലാതെ കരയാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള കുട്ടിയോട് ചോദിച്ചു, മോനെ എന്റെ പേരയൊന്ന് കടം തരുമോടാ? ഫോറിൻ പേരെ കൊണ്ട് കടലാസിന്റെ നോട്ട് പുസ്തകത്തിൽ എഴുതുന്ന വിദേശത്തുനിന്ന് കൊണ്ടുവന്ന പണക്കാരുടെ മക്കളെ കണ്ട് കരഞ്ഞുപോയി ഒരുപാട്. ആ എഴുന്നേൽക്കുന്ന ആ നൃത്തത്തിൽ പോലും കണ്ണ് നനച്ചുകൊണ്ട് ഞാൻ പടച്ചവരോട് ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചവനെ എനിക്കെന്ന് കിട്ടും ഈ സുഖ സൗകര്യങ്ങൾ എന്ന്. എന്താ സുഖ സൗകര്യങ്ങൾ? യൂണിഫോം ഇല്ല, ചുരുണ്ട് പടങ്ങിയ ഒരു പുള്ളി തുണിയ, ചെരുപ്പില്ല, ബാഗില്ല, കൊടയില്ല, വയറുന്നതിന് ഭക്ഷണം പോലും കഴിക്കാതെ ആ ക്ലാസ് റൂമില് അധ്യാപകന്റെ ചൂരൽ വടിക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരു കുട്ടിയുടെ മനോവസ്ഥ ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയൂ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അത് നിങ്ങൾക്കൊന്നും അറിയില്ല. എന്തോ ആ പ്രാർത്ഥന പടച്ചിറപ്പ് കേട്ടു. അങ്ങനെ തന്നെയാണ്. കാരണം ഉമ്മ എന്നും പറയാറുണ്ട്, മോനെ കരരുതടാ, എല്ലാം കേൾക്കുന്നവൻ റബ്ബാണ്, പടച്ചവരോടെ നീ കരയാൻ പാടുള്ളൂ എന്ന് എന്റെ ഉമ്മ എന്നും പറയും. എന്ത് വിഷമം വന്നാലും പറയും, പടച്ചോൻ തരും കേട്ടോ, എന്റെ കുട്ടിക്ക് ഭക്ഷണം അള്ളാഹ് കൊണ്ട് തരും കേട്ടോ, അതുകൊണ്ട് പടച്ചവനോട് ചോദിക്കണം എന്ന് എന്നും എന്റെ ഉമ്മ പറയുമ്പോ ആ നിമിഷത്തിലും ഞാൻ പടച്ചവൻ വിളിച്ചു കരഞ്ഞപ്പോ പടച്ചിറപ്പിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം, ഒരു ഐഡിയ, ഒരു ടെക്നോളജി, ഒരു ആശയം വിട്ടു തന്നു. എന്തെന്നറിയോ? തട്ടയില്ലാത്ത പൊട്ടത്തിലേക്കിന്റെ ഒരു പൊട്ട് പൊട്ടിച്ചെടുത്ത് ആ ബെഞ്ചിൽ കുത്തിപ്പൊട്ടിച്ച മാഷിന്റെ മുന്നിൽ നിന്നും ആ പൊട്ടെടുത്ത് ഞാൻ എന്റെ സ്ലേറ്റിൽ എഴുതി അങ്ങനെ കാണിച്ചപ്പോ മാഷിന്റെ കൈ വളച്ചതും ചൂരൽ വടി താഴെ വീണതും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും സാരമില്ല ഹംസേ, എന്റെ കുട്ടിക്കും വരുവടാ ഒരു നല്ല ദിവസം എന്ന് പറഞ്ഞ് എന്റെ കൈയും പിടിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോയി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി തന്നത് മറന്നിട്ടില്ല. ഒരു ഗുരു അങ്ങനെയാണ്. ഒരു ഗുരുനാഥൻ ഇങ്ങനെയാകണം. കുട്ടികളുടെ സൈക്കോളജി പഠിച്ച് അവന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കൈവെക്കുന്നവനാണ്. എനിക്ക് തോന്നുന്നു എന്റെ വളർച്ചയുടെ ഒരു പങ്ക് ആ സുഗണൻ മാഷുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ഉണ്ട് എന്ന്, ആ കെട്ടിപ്പിടുത്തത്തിൽ ഉണ്ട് എന്ന്, സാരങ്ങള എന്ന് പറഞ്ഞ വാക്കിലുണ്ട് എന്ന്, അര ഗ്ലാസ് കട്ടൻ ചായ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഹംസ. ഒരു അധ്യാപകനാകുന്ന ആൾ നിങ്ങൾ ഓർത്തു വെച്ചോ ഈ പാഠങ്ങൾ. നാളെ നിങ്ങൾ നല്ലൊരു ടീച്ചറാകുമ്പോ ഓർത്തു വെക്കണം. ഏതായാലും സന്തോഷം. മാഷിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, വീട്ടിലേക്ക് തിരിച്ചെന്നു. വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാം, പഠിക്കണം. ഉപ്പ പറഞ്ഞില്ലേ സ്കൂളിലേക്ക് തന്നെ പോകാം. കാരണം എന്താ? നീ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ബുക്കും പേനയും വാങ്ങുന്നതിന് പകരം വീട്ടിലെ പട്ടിണി മാറ്റാൻ പോലെ ആ വല്ലിപ്പ മരണപ്പെട്ടു പോയടാ, ഇനി ആ ഭിക്ഷച്ചട്ടിയിൽ അരി നമുക്ക് കിട്ടില്ലടാ എന്ന് പറഞ്ഞത് പോലും മറന്നിട്ടില്ല. അതുകൊണ്ട് മോനെ പോകണം, പഠിക്കും, നോക്കണം നിങ്ങൾ. ഒരു മോന്റെ അവസ്ഥ എന്ത്? ഒരു പക്ഷേ എന്റർപ്രനറാക്കിയത് ആ 15,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ഉപ്പയുടെ ഒറ്റ വാക്കായിരിക്കും. പടച്ചിറപ്പ് ചില കഥ അങ്ങനെയാണ്. ഒരുപാട് ഡിഗ്രിയും PhD മാത്രമല്ല ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്. ആ ഉപ്പയുടെ ആ വാക്ക്, നീ പോകണ്ടടാ സ്കൂളിലേക്ക്. അങ്ങനെ പോകുമായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഒരു വാദ്യനോ ഒരു അധ്യാപകനുമായി കഴിയുമായിരുന്നു. അവസാനിപ്പിച്ചത് കൊണ്ട് ഒരുപാട് ആളുകൾ കത്താണിയാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. എല്ലാത്തിനും ഹൈറാ പറയുന്നത്. ഉപ്പയുടെ വാക്ക് കേട്ടു. സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു, പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഉപ്പന്റെ കണ്ണ് വെട്ടിച്ച് പ്രൈവറ്റായി പഠിക്കാൻ പോയി. എവിടെ പോകുന്നു ചോദിക്കും, ജോലിക്കാണെന്ന് പറയും. അല്ല, പഠിക്കാനാണ്. ഉപ്പാനെ കള്ളം പറഞ്ഞു. പക്ഷെ ഉമ്മക്ക് കാര്യങ്ങൾ അറിയാം. ഉമ്മനോടൊപ്പം പറയും. ഉമ്മ രോഗിയായി കിടക്കുകയാണ്. കട്ടിലിൽ മലർന്ന് കിടക്കും, കിടക്കും, എണീക്കും. ആസ്മ രോഗിയാണ്. എല്ലും തൊലിയുമായി കണ്ണെല്ലാം മുന്നിലോട്ട് പോണം. ഉമ്മക്കൊരു ഉമ്മ കൊടുക്കാതെ ഉമ്മന്റെ മുഖത്ത് ചേർന്നുമില്ലാത്ത മോനാണ് ഹംസ. അന്തസ്സോടെ പറയാൻ പറ്റും. മദ്രസ പാഠപുസ്തകത്തിൽ ഉസ്താദ് പറഞ്ഞതല്ല ഈ പറയുന്നത്. ഉമ്മക്കൊരു ഉമ്മ കൊടുക്കാതെ ആ മാതാവിന്റെ മുഖത്ത് നോക്കി ചേർന്ന് ചൂണ്ടവിരൽ സംസാരിക്കാത്ത മോനാണ് എന്ന് എന്റെ ഉമ്മ മരണശയ്യകന്റെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് ദുആ ചെയ്തതാണ്. അത് വല്ലാത്ത മോട്ടിവേഷനാണ് നമുക്കൊക്കെ. രക്ഷിതാക്കൾ കേൾക്കുന്നില്ല, കേൾക്കുന്നവർ കേൾക്കട്ടെ. നാളെ നിങ്ങളൊരു രക്ഷിതാവാകും, നാളെ നിങ്ങളും ഒരു പിതാവാകും. അന്ന് നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും. ആ ഉമ്മ ശരിയാണ്, എന്ത് ചെയ്യും?
എങ്ങനെയാണ് അവരൊന്ന് രക്ഷപ്പെടുത്തണം? ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, പഠിക്കണം. എന്റെ ഉമ്മക്കാട് എന്റെ ആദ്യത്തെ ശമ്പളം എന്ന് ഇടക്കിടക്ക് പറയും. എനിക്ക് കിട്ടുന്ന ആദ്യത്തെ വേതനം എന്റെ പിതാവിന്റെയും ഉമ്മയുടെയും കയ്യിലാണ് എന്ന് പലതവണ ആവർത്തിച്ച് പറയും. പങ്കമാരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഉമ്മി ബാക്കൊക്കെ മരിച്ചു പോയിട്ടാണ് എന്റെ ശമ്പളം എന്ന് തമാശക്ക് പറയും. നെഞ്ചിൽ കൊള്ളുന്ന പോലെ വേദനിച്ചു ഞാൻ ആ സമയത്ത്. അങ്ങനെ ഉമ്മന്റെ അടുത്ത് എന്റെ സങ്കടങ്ങളൊക്കെ പറയാൻ തുടങ്ങും. ഞാൻ പഠിക്കാൻ പോവാണ്, ഞാൻ ഓപ്പൺ SSLC എഴുതും, ഞാനതിൽ ചേർന്നു, എല്ലാമായി. അപ്പോഴും എന്റെ ഉമ്മ എന്റെ കൈ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യും, എന്റെ കുട്ടി നന്നാകും മോനെ, എന്റെ കുട്ടി വളരും, എന്റെ കുട്ടിയിലൂടെ ഒരുപാട് ആളുകൾക്ക് കത്താണിയാകും മോനെ എന്ന് ഇടക്കിടക്ക് എനിക്ക് മോട്ടിവേഷൻ തരും. അങ്ങനെ ഒരു നാൾ ആ സ്കൂളിൽ നിന്നും എന്നെ പുറത്താക്കി. ഫീസ് അടയ്ക്കാൻ കാശില്ലാത്തത്, 10 രൂപയില്ല, എന്നെ ഒഴിവാക്കിയതായിരുന്നു. സങ്കടം വീണ്ടും എന്റെ മാതാവിനോട് പറഞ്ഞപ്പോ ആ മാതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, കരയണ്ട മോനെ, എന്റെ കയ്യിൽ എത്രയോ പൈസ ഉണ്ട്, അതിൽ നിന്നൊരു 10 നിനക്ക് വേണ്ടി ഞാൻ തരാം. പച്ച നുണയാണ്. ചില ഉമ്മമാരങ്ങനെ നന്നായിട്ട് നുണ പറയും. എന്നോട് പറഞ്ഞു, ആ കല്ല് വച്ച നുണ, അത് ഞാൻ വിശ്വസിച്ചു. പാവം കറുത്ത തുണയിൽ എന്നോ കെട്ടിവെച്ച ആ കോന്നല കെട്ടിൽ പണം ധാരാളമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആ കെട്ടടിച്ചു, എനിക്ക് കിട്ടി. എല്ലാം എണ്ണി നോക്കുമ്പോൾ അതിൽ 10 രൂപ. ഒരുപാട് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അതിന്റെ ഒരു വീതമായിരിക്കാം ഇതെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ആ പണവുമായി കൊണ്ടുപോയി ഫീസ് അടച്ചു. കോട്ടക്കൽ അക്ഷയ കോളേജ് മറന്നിട്ടില്ല. 10ാം ക്ലാസ് ട്യൂഷൻ എടുക്കുന്ന അവിടെ കൊണ്ട് അടച്ചു. ഫീസ് അടച്ചു, 10നുള്ള എഴുതാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞു. ഏതോ 1-2 പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മന്റെ പടിയിൽ ഇങ്ങനെ ഇരിക്കുക. ഓരോന്ന് പറഞ്ഞിട്ട്, പാസ്സാകും, ഞാൻ പാസ്സാവും, മാർക്ക് ഉണ്ടാവും, കുഴപ്പമില്ല, ഞാൻ പാസ്സാകും, അന്ന് 210 മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഉമ്മയങ്ങ് ചുമച്ച് വായിലൂടെ വരെയും പതയും വരുന്നു, മിണ്ടുന്നില്ല. താഴേക്ക് മറിഞ്ഞു വീണു. മെല്ലെ ചാരിക്കിടത്തി. അവിടെ വായിലൂടെ വരെയും പതയുമാണ്. കണ്ണെല്ലാം കുട്ടിൽ പോകുന്നു. ഒച്ചയൊന്നുമില്ല, ശ്വാസം പോലും കിട്ടുന്നില്ല. ഞാൻ ആർത്ത് വിളിച്ചു, എന്റെ ഉമ്മ മരിച്ചേ എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ചു. വാപ്പയും പെങ്ങളും ഓടി വന്നു. ഉമ്മയുടെ തലയിൽ അല്പം വെള്ളമൊക്കെ മന്ത്രിച്ചു മതി, എന്തൊക്കെ ഉപ്പ ചൊല്ലി പറഞ്ഞ്. അങ്ങനെ ഉമ്മ കണ്ണു തുറന്നു. ആ സമയത്താണ് എന്റെ കൈ വിടുന്നില്ല, എന്റെ ഉമ്മ പിടിച്ചിട്ടുണ്ട്. എന്റെ കുട്ടി കരയണ്ട, സാരമില്ല, ഞാൻ മരിച്ചിട്ടില്ല. ഉമ്മ എല്ലാം കേൾക്കുന്നുണ്ട, മരിച്ചിട്ടില്ല. അപ്പൊ എന്താ, കഫം നിറഞ്ഞതാ, കഫം തൊണ്ടക്കുയിൽ കുടുങ്ങിയതാണ്. അങ്ങനെ ഉപ്പ എന്തോ ചെയ്തപ്പോ കഫം ഇറങ്ങിപ്പോകുന്നോ ചെയ്തതാണ്. ഉപ്പ എപ്പോഴും നന്നായിട്ട് ഖുർആൻ ഓതി മന്ത്രിച്ചു വന്നു. എന്റെ ഉമ്മ എല്ലാവർക്കും വേണ്ടിട്ടോ എന്റെ ഉപ്പ ദുആ ചെയ്യുന്നിട്ട് മന്ത്രിച്ചു വന്നു. ചില മന്ത്രമൊക്കെ മലയാളത്തിലാണ് എന്റെ ഉപ്പയുടെ മന്ത്രം, പച്ച മലയാളത്തിൽ. എന്തിനാന്ന് വെച്ചു, മന്ത്രിക്കുന്നവരും കാര്യം മനസ്സിലാവട്ടെ, അതിനാണ് മലയാളത്തിൽ മന്ത്രിക്കുന്നത്. ഉപ്പാന്റെ ഹിക്മത്താണ്. അതുപോലെ മലയാളത്തിൽ എന്റെ ഉപ്പ മന്ത്രിച്ച് എന്തൊക്കെ പറഞ്ഞ് പിന്നെ ഖുർആൻ ഓതി. ഏതായാലും ഉമ്മ കണ്ണു തുറന്നു. ആ നേരത്തെ ഉപ്പ പറയാ, സാരമില്ല, കഫം നിറഞ്ഞതാ, മക്കളാരും കരയണ്ട, എവിടെ ആ കഫ് സിറപ്പ്, ഞാൻ എന്റെ വായിൽ ഒഴിച്ചു തരാം. വീണ്ടും ആവർത്തിച്ചു, എവിടെയടി മെലിഞ്ഞാന്ന് ഞാനൊരു കഫ് സിറപ്പ് വാങ്ങാൻ തന്നില്ല, എനിക്കൊരു 10 രൂപ ടോണിക്ക് മേടിക്കാൻ തന്നില്ലടി, ഞാനൊരു 10 രൂപ, എവിടെയാ മരുന്നിന്റെ ബോട്ടിൽ, എടുത്തു താ, ഞാൻ നിനക്ക് വായിൽ ഒഴിച്ചു തരാം. 3ാമത്തെ ചോദ്യം കേട്ടപ്പോഴും എന്റെ കണ്ണും കൈ മറച്ചു. ഉമ്മ കരയാൻ തുടങ്ങി. ഉമ്മ ഉപ്പന്റെ കൈയും പിടിച്ചു, എന്റെ കൈയും പിടിച്ചു, 2 പേരുടെ കൈയും പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഇനി അത് അന്വേഷിക്കണ്ട, ആ പണമാണ് ഞാൻ മകന് ഫീസ് അടക്കാൻ കൊടുത്തത്. മക്കൾ പോയി നന്നാവട്ടെ, അവരുടെ ജീവിതമെങ്കിലും പച്ച പിടിക്കട്ടെ, അവരിലൂടെയെങ്കിലും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകട്ടെ. എനിക്കെതിരാ മരുന്ന്, എന്റെ ജീവിതമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് തീർന്നില്ല പ്രിയപ്പെട്ടവരെ. എന്റെ ഉമ്മ വീണ്ടും ചുമച്ചു, താങ്ങി പിടിച്ച് കൊണ്ടുപോയി ആശുപത്രിയിൽ. ഡോക്ടർ പറഞ്ഞു, അരമണിക്കൂറിൽ മുമ്പ് എന്റെ ഉമ്മ മരിച്ചു മോനെ. ആ വാക്കുകൾ കേൾക്കാനുള്ള ത്രാണി ഹംസക്കില്ല. ബോധക്കെട്ട് തറയിൽ വീണപ്പോഴും ആ ബോധക്കേട് വീണ്ടും എന്നെ പൊക്കിയെടുത്ത ഒരു കസേരയിൽ കൊണ്ടിരുന്നപ്പോ കണ്ണ് തുറന്നപ്പോൾ പിന്നെ ഞാൻ ഉച്ചരിച്ച വാക്കും എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഉമ്മ അവസാനം കൽമ ചൊല്ലിയോ, എന്റെ ഉമ്മ സാദത്ത് ചൊല്ലിയോ എന്ന് വാവിട്ട് ആശുപത്രി വരാതെ പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഓടുന്ന എന്നെ പിടിച്ചു കെട്ടാൻ ആളുകള് ബലം വഹിക്കുന്നതും ഞാൻ മറന്നിട്ടില്ല. കാരണം ആ ഉമ്മയുടെ അവസാനത്തെ ദുആ അങ്ങനെയാണ്. എന്താ ഉമ്മ ദുആ ചെയ്തത്? ഇല്ല മോനെ, സാരല്ല, എന്റെ കുട്ടി നന്നാകും, എന്റെ കുട്ടിക്ക് നല്ല കാര്യങ്ങൾ, നല്ല സമ്പത്ത് കിട്ടും, നീ വളരും, നീ ഉയരും, നിന്നിലൂടെ ഒരുപാട് ആളുകൾക്ക് കത്താണിയാകും മോനെ എന്ന് പറഞ്ഞ് എന്റെ കയ്യോ പിടിച്ച് ദുആ ചെയ്തതും മറന്നിട്ടില്ല. എനിക്ക് വല്ലാത്ത സങ്കടമായി. ഇനി എന്തു ചെയ്യും? എന്റെ റിസൾട്ട് ആർക്ക് വേണം? എന്റെ പൈസ ആർക്ക്? എന്റെ ഡിഗ്രി ആർക്ക്? അന്ന് എനിക്ക് തന്ന 10 രൂപ കൊണ്ടെല്ലാം അവസാനിപ്പിച്ചില്ലേ? ഇല്ല. ഇന്ന് അവസാനം നിങ്ങളുടെ
ആ കവിതയിൽ ലാസ്റ്റ് ചൊല്ലിയ വാക്ക് കേട്ട് ഞാൻ ഒന്ന് പതറിപ്പോയി. നാളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന മക്കളായി നിങ്ങൾ വളരുമെന്ന് പറഞ്ഞ വാക്ക്, ഉമ്മയെയും ഉപ്പയെയും നാളെ സ്വർഗത്തിൽ കവാടത്തിൽ വെച്ച് സ്വീകരിക്കുമെന്ന കവിത കേട്ട് ഞാൻ എന്റെ കണ്ണു നിറഞ്ഞു. എന്റെ ഉമ്മയെ ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. ആ മാതാവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന്, ആ മാതാവിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന്, നിങ്ങളൊക്കെ കിട്ടുന്ന പോലെ സ്വർഗം ഞങ്ങൾക്കും വേണമെന്ന് ആ ഉമ്മയുടെ വാക്കുകൾക്ക് മറുപടി കൊടുക്കണമെന്ന് പലതവണ ആലോചിച്ചു പോയി. അതുകൊണ്ട് ഇനി പിതാവിനൂടെ ആവട്ടെ എന്ന തീരുമാനം. വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. അറബികൾ പറയും ആരെ മരിച്ചാൽ അൽഹംദുലില്ലാ, എന്തേന്ന് വെച്ചു വാപ്പയെ മരിച്ചോണ്ട് ഉമ്മ മരിച്ചില്ലല്ലോ അൽഹംദുലില്ലാ. നമ്മളവിടെ അമ്മ മരിച്ചു പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന കുട്ടികളെ അപ്പടിക്കും അല്ലെ? അവരങ്ങനെയാണ്. ആ വാക്കിലൂടെ ഉമ്മ വാപ്പയുണ്ടല്ലോ, അങ്ങനെ തന്നെ ആവട്ടെ. വീണ്ടും വിദേശ രാജ്യത്ത് പോയി നന്നായി പണിയെടുത്ത് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഒരുക്കി കൂട്ടി വാപ്പയെ ഹജ്ജിന് കൊണ്ടുപോയി വളരെ ഉഷാറായി താമസിച്ചു, നാട്ടിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ ജീവിക്കുമ്പോഴാണ് എന്റെ പിതാവിന്റെ കോള്, മോനെ എനിക്ക് വയ്യ, തീരെ വയ്യടാ, നിന്നെ കാണാതെ എനിക്ക് ഉറക്കു വരുന്നില്ല. ആ ഒരൊറ്റ ഫോൺ കോള് ഇഖാമ എന്ന പാസ്സെടുത്ത് കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് എന്റെ പിതാവിന്റെ അടുത്തേക്ക് നാളെ പോകണമെന്ന് വാശി പിടിച്ചു. പാടില്ലെന്നവര്, നടക്കില്ലെന്നവര്, പറ്റൂല, എന്റെ ഉപ്പാക്ക് ഉത്തരം കൊടുക്കണം. ഉമ്മക്ക് തന്നെ ഉത്തരം കൊടുക്കാൻ പറ്റാത്ത സങ്കടമുണ്ട്. എനിക്ക് ജോലിയല്ല, ശമ്പളമല്ല, വലുത് എന്റെ പിതാവാണെന്ന് പറഞ്ഞ് വിമാനത്തിൽ ഓടി വന്ന വാപ്പയെ ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചു. ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണ്. പഠിച്ചവന്റെ പരീക്ഷണം ഒന്നും ചിന്തിച്ചില്ല, നന്നായി ചികിത്സിച്ചു. കാശ് കടക്കാരനായി, വീട് പണയം വെച്ചു. 10 സെന്റ് പറമ്പ് പോലും വിൽപ്പന നടത്തി ഉണ്ടാക്കിയത്. എന്നിട്ടും ആ ഡോക്ടർ ആ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. അവസാനം വാക്ക് പറഞ്ഞത്, നീ ഇപ്പൊ കടക്കാരനാണെന്ന് എനിക്കറിയാം മോനെ, എനിക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാശ് ചെലവാക്കണത്, നിനക്ക് പ്രയാസം ഉണ്ടാവൂലേ? ഉടനെ തന്നെ ഞാൻ പറഞ്ഞത്, ഉപ്പ ഉമ്മ നിങ്ങൾ എന്നെ പഠിപ്പിച്ചതില്ലല്ലോ, മാതാപിതാക്കൾക്ക് വേണ്ടി തന്റെ സമ്പത്ത് ചെലവഴിച്ച ഒരു കുട്ടിയും ഈ ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഉപ്പ എത്ര തവണ എനിക്ക് പഠിപ്പിച്ചതാ എന്ന ഉപ്പയാണോ ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തപ്പോ ആ ഉപ്പയുടെ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി ആ ബെഡിൽ കിടന്നൊരു ദുആ ചെയ്തിട്ട്, എന്റെ മക്കളിലൂടെ നീ ഒരുപാട് ആളുകൾക്ക് അത്താണിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇതുപോലുള്ള ഒരുപാട് പാവപ്പെട്ട മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല മക്കളാക്കി പടച്ചവനെ മാറ്റണേ എന്ന് മലയാളത്തിൽ കേൾക്കുമ്പോ കൺകുളിർക്ക സന്തോഷിക്കുന്ന മക്കളാക്കണേ എന്ന വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച എന്റെ വാപ്പയുടെ ദുആ. അവസാനം എന്റെ വാപ്പയും ആ ആശുപത്രിയിൽ കടന്നുകൊണ്ട് മരണപ്പെട്ടു. പതറിയില്ല. ഭാര്യയെ കൈയും പിടിച്ച് 1 വയസ്സായ കുട്ടിയെയും കൊണ്ട് കോട്ടക്കൽ അങ്ങാടിയിൽ ഒരു കച്ചവടം തുടങ്ങണം. എന്റെ എക്സ്പീരിയൻസ് ഇന്നുവരെ നേടിയെടുത്ത നോളജ് എങ്ങനെയെങ്കിലും ബിസിനസ് ആക്കണം. എന്റെ ഉപ്പയല്ലേ പറഞ്ഞിട്ടുള്ളത്, മാതാപിതാക്കൾക്ക് സമ്പത്ത് ചെലവഴിച്ച ഒരു കുട്ടിയെ പരാജയപ്പെട്ടിട്ടില്ല. ഉമ്മയല്ലേ പറഞ്ഞത്, ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നവനായി നീ മാറുമെന്ന് എന്റെ ഉമ്മയല്ലേ പറഞ്ഞത്. കോൺഫിഡൻസ്, ആ ഹിമ്മത്ത് മുറുകെ പിടിച്ച് കോട്ടക്കൽ അങ്ങാടിയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലെ ഒരു കോണില് ഒരു ഹോട്ടലിന്റെ തെരുവില് ഒരു ഷട്ടർ മുറി ഞാനും എന്റെ ഭാര്യയും പൊന്തിച്ച് അതിനകത്ത് മൊബൈൽ ഫോൺ വാടക കൊടുക്കലും അറ്റകുറ്റപ്പണികളും നടത്തുന്ന ഒരു കട തുടങ്ങുകയും അതിലേക്ക് നല്ലൊരു പാർട്ണറെ കോഴിച്ചന്റെ കുഞ്ഞുഹാജിയുടെ മകൻ മുഹമ്മദ് അലി എന്ന് പറയുന്ന മുത്തുവിനെ എനിക്ക് ലഭിക്കുകയും ആ സ്ഥാപനം വളർത്തി വലുതാക്കി ഇന്ന് 15,000-ത്തിലധികം ആളുകൾക്ക് തൊഴിൽ നേടാൻ സഹായിച്ച ഒരു പ്രസ്ഥാനമായി വളർന്നത് എന്റെ പഠിച്ചു കൊണ്ടല്ല, എന്റെ പിതാവിന്റെ പ്രാർത്ഥനയാണ്. എന്റെ ഉമ്മ അന്ന് തന്നെ 10 രൂപയാണ് എന്ന് പുതു തലമുറയോട് എണ്ണി അക്കമിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് ഹദീസ് ഓതിയതല്ല, ഖുർആൻ പഠിച്ചതല്ല. എനിക്ക് നിങ്ങളെ പോലെ അറിവൊന്നുമില്ല, ആ വിഷയത്തിൽ അറിവ് കുറവാ. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചു. ഇന്നും അവർക്ക് വേണ്ടി 5 നേരത്തിൽ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും കടന്നു പോയിട്ടില്ല. ആ പള്ളിക്കബറിന്റെ അടുത്തേക്ക് ഞാനും എന്റെ മക്കളും പോയ വഴികൾ ഇന്ന് നിങ്ങൾ അച്ചിപ്പാറ കലാമംഗലം എന്റെ പിതാവിന്റെയും മാതാവിന്റെയും വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോ, അല്ലെങ്കിൽ വഴി എന്ന് പറയുന്ന കാൽപ്പാടുകൾ ഇന്നും അവിടെയുണ്ട്. ആരാവിടേക്ക് പോകുന്നത്? മക്കളെ പോകും. മദ്രസയിൽ ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എനിക്കത് ഓർമ്മയില്ല. പക്ഷേ എന്റെ പിതാവ് എന്റെ കുഞ്ഞുവരെ 7 വയസ്സിൽ കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും, മോനെ എന്റെ പിതാവ് മരിച്ചിട്ട് എന്റെ കുട്ടിക്കാലത്താ ഞാൻ എന്റെ ഉപ്പയെ കാണിച്ചു തരാൻ നിനക്ക്. വല്ലാത്തൊരു മോട്ടിവേഷൻ അല്ല അതൊക്കെ. നമുക്ക് കഴിയണം ഇന്നതൊക്കെ ചെയ്യാൻ. അങ്ങനെ 7 വയസ്സിൽ എന്നെ കൊണ്ടുപോകും. ഉപ്പന്റെ ഉപ്പ 20 വയസ്സിലെ ഉപ്പാന്റെ ഉപ്പ 1 വയസ്സ് മരിച്ചാളാ. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് എന്റെ പിതാവ് ദുആ ചെയ്യും. ഇന്നും മറന്നിട്ടില്ല ആ പ്രാർത്ഥന. നിങ്ങളൊക്കെ ഇതുപോലെ പുതുതലമുറക്ക് ഇതുപോലത്തെ മെസ്സേജ് കൊടുക്കാനാണ് ഞാൻ പ്രിയപ്പെട്ട മക്കളെ ഇത് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലത് അറിയാം. അതല്ല, എനിക്ക് ഒരു മെസ്സേജ് കിട്ടിയ, ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. അന്ന് 7 വയസ്സിൽ എന്റെ ഉപ്പ പ്രാർത്ഥിക്കാം, നാളെ ഞാനും എന്റെ ഉപ്പാക്ക് പൊറുത്തു കൊടുക്കണേ. ഞാൻ ആമീൻ പറയും.
നാളെ ഞാനും മരിക്കും, എന്നെയും ഈ ഖബറിൽ അടക്കം ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മോനാക്കി ഇവനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഇങ്ങനെ തന്നെ ഞാൻ പഠിച്ചു വെച്ചേക്കാണ്. അറബി എനിക്കറിയില്ല, എന്റെ ഉപ്പക്ക് അറബി അറിയാം, പക്ഷെ ഞാൻ തിരിയുന്ന ഭാഷയിൽ എന്റെ ഉപ്പ സംസാരിക്കും. അള്ളാഹിനോട് എപ്പോഴും മലയാളത്തിലാണ് ഉപ്പ സംസാരിക്കുക. അതെന്തിനാണ്? എനിക്ക് തിരിയാൻ, എന്റെ ഏട്ടന് തിരിയാൻ, എന്റെ ബന്ധുമാർക്ക് തിരിയാൻ, എല്ലാത്തിനും ദുആ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആമീൻ പറയും. ഉപ്പ കണ്ണ് തുടച്ചുകൊണ്ട് ആ ജുമാ മസ്ജിദിൽ നിന്നും വീട്ടിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ വിവാഹിതനായി. കഴിഞ്ഞപ്പോഴേക്കിന് എന്റെ പിതാവ് മരിച്ചു. ഞാൻ ദുആ ചെയ്തു. അതേപോലെ ആ ഉപ്പന്റെ കബറിന്റെ അടുക്ക് പോയി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. അപ്പോഴും ഞാൻ ദുആ ചെയ്തത്, പടച്ചവനെ എനിക്ക് ആൺകുട്ടിയെത്താ ഇവിടെ വന്ന് എന്റെ ഉപ്പനെ പഠിപ്പിച്ചതുപോലെ എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവേ നീ ആൺകുട്ടിയെത്താൻ ഉപ്പാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പടച്ചറബിനോട് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് മൂന്നാമത്തത് എനിക്ക് കിട്ടി, ഒരു ആൺകുട്ടിയെ. അവന്റെ കയ്യും പിടിച്ച് എന്റെ ഉപ്പന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. എന്നിട്ട് ഇതുപോലെ ദുആ ചെയ്ത് അല്ലാഹുവേ എന്റെ ഉപ്പാക്ക് വെറുതെ കൊടുക്കണേ, നാളെ ഞാനും മരിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന ഒരു മോനാക്കി ഇവനെ നീ മാറ്റണേ. 7-ാം വയസ്സുകാരൻ 6 വയസ്സാ കുട്ടിക്കരഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാടാ നീ കരയണേ? അപ്പൊ മോൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മറന്നിട്ടില്ല. എന്റെ ഉപ്പ നാളെ മരിക്കുന്നല്ലേ പറഞ്ഞത്. എന്റെ ഉപ്പ മരിച്ചാൽ എന്റെ കയ്യും പിടിച്ച് എന്റെ കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കാൻ എനിക്ക് എന്റെ ചങ്ങായി ഇല്ലാതെ പോകുമല്ലോ എന്നാണ് എന്റെ മോൻ പറഞ്ഞത്. എന്നെ കൂട്ടുകാരനാക്കിയിട്ടുണ്ട്. നാളെ എന്നത് നാളെ എന്നല്ല മോനെ, ഒരു നാളെ എന്നാണ് മോനെ, സാരില്ലടാ എന്ന് പറഞ്ഞപ്പോൾ എന്റെ കരച്ചിൽ നിർത്തി. എനിക്ക് ഉറപ്പാ ഇൻഷാ അല്ലാഹ് ഞാനാണ് ആദ്യം മരിക്കുന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മകൻ വരും. ഇതും കൂടെ പുതുതലമുറക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇന്ന് വല്ലാത്ത സങ്കടത്തിലാണ് ഈ വിഷയത്തിൽ പല രക്ഷിതാക്കളും, പല ഉപ്പമാരും വല്ലാത്ത സങ്കടത്തിലാണ്. ന്യൂ ജനറേഷന്റെ പോക്ക് വല്ലാത്ത പോക്കാണ്. പള്ളിയിലേക്ക് തന്നെ ഇല്ല, രക്ഷിതാക്കളെ മുന്നിലേക്കില്ല, ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കളെ മുന്നിലോട്ട് വരെ പ്രിയപ്പെട്ട പുതുതലമുറ വരുന്നില്ല. അതുകൊണ്ട് ആ സങ്കടത്തോടെ ഞാൻ ഇത് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു മനുഷ്യൻ, ഒരു പ്രവാസി കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്, എന്റെ ഉപ്പ എന്ന് ചോദിച്ചപ്പോ, എടാ എത്ര കഷ്ടപ്പെട്ടാണ് എന്റെ പൊന്നുമോനെ ഞാൻ പോറ്റി വളർത്തിയത്. അവൻ വിദേശത്ത് പോയി സമ്പത്തൊക്കെ ഉണ്ട്, എന്നിട്ട് അതാ അവന്റെ കല്യാണം വിളിക്കാൻ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതെനിക്ക് സഹിച്ചില്ല. നോക്കണം നിങ്ങള്, അവൻ പെണ്ണിട്ടാൻ പോവാണ്, ഒരു പെണ്ണിനെയും കൈപിടിച്ച് ആ കല്യാണ ചടങ്ങിലേക്ക് ഒരു കത്ത് തന്നിട്ട് എന്നെ ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. എന്റെ മോൻ ഒന്ന് ആലോചിച്ച് നോക്കാം. ഏത് വാപ്പക്ക് സഹിക്കോ ഇത്? ഏത് മതക്കാർക്ക് സഹിക്കോ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ കാലം എവിടേക്കായി പോയത്? അവൻ ആരുമായി പ്രേമിച്ചതാ, ഒളിച്ചോടിയതാണ്. എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് വന്നതാ, ഞങ്ങളെ കല്യാണത്തിന് തന്തേ വരണം. ഏണ്ട് പാപ്പ പറഞ്ഞു മോനോട്, മോനെ ക്ഷമിക്കണം, ആ ദിവസം എനിക്ക് മറ്റൊരു വിവാഹമുണ്ട്, അത് ഞാൻ എന്റെ കലണ്ടറിൽ നോട്ട് ചെയ്തു പോയി, ക്ഷമിക്കണം കേട്ടോ എന്നാ ഞാൻ മറുപടി കൊടുത്ത് ഞാൻ ആ വാക്ക് കൈയ്യൊടുത്ത് നന്നായി. എത്ര വിഷമുണ്ടാകും. ഇതാണ് നമ്മുടെ ന്യൂ ജനറേഷന്റെ പോക്ക്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, നിങ്ങൾ അതുകൂടി പുതുതലമുറക്ക് മെസ്സേജായി നിങ്ങളുടെ ലാംഗ്വേജ്, പുതുതലമുറയുടെ ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കണം എന്ന് കൂടി ഞാൻ ഉറപ്പെടുത്തുന്നു. കാരണം ഇത്തരം മെസ്സേജ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളിലൂടെ ഒരു പ്രത്യേക ആംഗിളിലൂടെ അത് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ഭാഗ്യവാനാണ് മരണപ്പെട്ടു പോയ എന്റെ ഉമ്മയും ബാപ്പയോ അവർക്കത് കിട്ടാനാണ് ഞാൻ ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, അതിൽ സംശയമൊന്നുമില്ല. കൂടെ ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ടാവും, അതും കൂടിയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അങ്ങനെ ആ സ്ഥാപനം ഇപ്പോൾ ഒരുപാട് വളർന്നു പന്തലിച്ചു. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കേണ്ട മേഖലയായി അത് മാറി. വീണ്ടും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിയിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങി. അതും അൽഹംദുലില്ലാഹ് കിഫ്ര കാക്കഞ്ചേരി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. AI മേഖലയിലും റോബോട്ടിക് മേഖലയിലും അതേപോലെ ഓട്ടോമൊബൈൽ മേഖലയിലും CCTV ക്യാമറ മേഖലയിലും സോളാർ ടെക്നോളജി മേഖലയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഒരു ജോലി ലഭിക്കാൻ, ഏറ്റവും പാവപ്പെട്ടവർക്ക് ഒരു അത്താണിയാകാൻ പറ്റുന്ന തരത്തിലൊരു ബിസിനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. വീട്ടിലെ നിത്യോപയോഗ വസ്തുക്കൾ, അഥവാ ഇന്ന് നമ്മൾ വലിയ റോബോട്ടും വലിയ കാറുകളൊന്നുമല്ല, ഫാന്, ലൈറ്റ്, ട്യൂബ്, നമ്മുടെ വീട്ടിലെ എമർജൻസി ടോർച്ച്, കൊട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുഞ്ഞു ഉപകരണങ്ങൾ വിദേശ രാജ്യത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് തടയുകയും അത് സ്വന്തം കുടിലിൽ, സ്വന്തം വീട്ടിൽ അത് നിർമ്മിച്ചുകൊണ്ട് നേരെ സപ്ലൈ ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മാൻ പവറിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ പ്രിൻസിപ്പാളുമായി സംസാരിച്ചു. എന്തുകൊണ്ട് നമ്മുടെ ഈ വാഫി കോളേജിൽ ഈ വാഫി സ്മാർട്ടായ യുവ തലമുറക്ക് മുന്നിൽ ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് 5-6 കൊല്ലക്കാലം ഇവർ നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളൊക്കെ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ മാൻ പവർ അത് നിങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്.
ഒരു പ്രോഡക്റ്റ് 90-80 രൂപയാണ് അതിന്റെ ലേബർ ചാർജുകൾ, 20 രൂപയാണ് അതിന്റെ റോ മെറ്റീരിയൽ എന്ന് നിങ്ങൾ ഇടക്കിടക്ക് ഓർക്കണം. ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ സാധ്യതയാണ് പറയുന്നത്. 80 രൂപ അതിന്റെ മാൻ പവറും അതിന്റെ ലേബറും അതിന്റെ മറ്റു കാര്യങ്ങളും തന്റെ ഡിസൈനിങ്ങും ഡെവലപ്മെന്റും ബുദ്ധിയും സർവീസുമാണ്. റോ മെറ്റീരിയൽ എന്ന് പറയുന്ന കോസ്റ്റ് ഒരു 20% മാത്രമാണ്. ഇത്ര അധികം ലാഭം കിട്ടുന്ന ടെക്നോളജി മേഖലയിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ടെക്നോളജി മേഖലയിലേക്ക് കടന്നു വരണം എന്നും കൂടി ഓർമ്മപ്പെടുത്തണം. സാധിക്കും പ്രിയപ്പെട്ടവരെ. ഞാനത് ഇംപ്ലിമെന്റ് ചെയ്തു. ഒരു ദിവസം എന്നെ വിളിച്ചു കാന്തപുരം അബൂബക്കറുടെ മകൻ ഡോക്ടർ ഹക്കീം അസ്ലമി വിളിച്ചു. നിങ്ങൾ വലിയ ടെക്നോളജി പരിപാടിയൊക്കെ ഉള്ള ആളാണല്ലോ, ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് വിളിച്ചാലും എവിടെ വേണമെങ്കിലും പോകും, ഏത് അമ്പല കമ്മിറ്റി വിളിച്ചാലും പോകും, പള്ളി കമ്മിറ്റി വിളിച്ചാലും പോകും, ടെക്നോളജിയിൽ വരാമെന്ന് പറഞ്ഞു. ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഒരു പട്ടണം നോളജ് സിറ്റി ഇവിടെ 6 കൊല്ലം മുമ്പ് ഇത് വരാൻ പോവാണ്, ഇവിടെ ഇതുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് 50,000 പേർക്ക് തൊഴിൽ കൊടുക്കാനാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പറയുന്നത് പുറത്തേക്ക് 50,000 പേർക്ക് തൊഴിൽ കൊടുക്കാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് എത്ര പേർക്ക് ഈ ടെക്നോളജിയിലൂടെ നിങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും എന്നോട് ഒറ്റ ചോദ്യം, ഒരു വല്ലാത്ത ചോദ്യം, എന്നെ ഇരുത്തിയ ചോദ്യം. ഉടനെ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് 10,000 പേർക്ക് ഞാൻ 10,000 എനിക്ക് തന്നേക്ക്. കാരണം എന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്, 1000 പേർക്ക് 1000 പേർക്ക് മോനെ നീ തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനായി, ഒരു തൊഴിൽ ദാതാവായി നീ വളരട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് 10,000 എനിക്ക് തന്നേക്ക്. അടുത്തൊരു മീറ്റിംഗ് കൂടി. എന്നിട്ട് പറഞ്ഞു, എന്നാ ഇനി ചൈനയിൽ നിന്ന് കൊണ്ടുവരേണ്ട നമ്മളെ ഫാൻ LED ഇവിടുത്തെ ക്യാമ്പസിന് വേണ്ടത് മുഴുവൻ 10,000 LED ബൾബ് ആവശ്യമുണ്ട്, 2 കണ്ടെയ്നർ വേണ്ടി വരും, അത് ഇവിടെ തന്നെ ഉണ്ടാക്കിക്കോ, അതിനൊരു കൊട്ടേഷൻ ആണ്. ഞാൻ അത് പഠിച്ചു, ഒരു കൊട്ടേഷൻ കൊടുത്തു. എന്താ കൊട്ടേഷനിൽ പറഞ്ഞത്? ചൈനയിൽ നിന്നും ഇന്ന് ആ ബൾബ് കൊണ്ടുവന്നാൽ 60 രൂപക്ക് കിട്ടും, ഇവിടെ നിന്ന് ഉണ്ടാക്കിയ 70 രൂപയാകും, അതുകൊണ്ട് ആ ബിസിനസ് നടക്കൂല ഉസ്താദേ എന്ന് പറഞ്ഞു പോട്ടു. ലാഭത്യാണ്. ഉടനെ തന്നെ ആ വലിയ വേദിയിൽ നിന്ന് എനിക്ക് തിരിച്ചു പറഞ്ഞത്, എനിക്ക് ഇങ്ങോട്ട് എവിടുന്നാ ഈ നോളജ് കിട്ടാൻ എനിക്കറിയില്ല, അദ്ദേഹം എന്ത് ബിസിനസ്സാണ് പഠിച്ചത് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത്? ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ 60 രൂപ, ഇവിടെ ഉണ്ടാക്കിയ 70. ആ 10 രൂപ എന്തിനാ അധികം പോയതെന്ന് ചോദിച്ചതോട്. നമ്മളെ ഇവിടുത്തെ ശമ്പളം കൂടുതലാണ്, ചൈനക്കാരന്റെ ശമ്പളം കുറവാണ്. കാരണം ഇവിടെ ഒരു വീട്ടിൽ 10 പേര്, ഞാൻ കൊടുക്കാൻ മറുപടി, ഇവിടെ നാട്ടിൽ ഒരു വീട്ടിൽ 10 പേരുണ്ടാവും, ഒരാൾ ജോലിക്ക് പോകും, 9 ആൾ കുടിഞ്ഞ തീറ്റയാണ്. വിദേശ ചൈന എങ്ങനെ 10 പേരുണ്ടാവും, 10 ആൾ ജോലിക്ക് പോകും, 10 ആൾ കൂടി അധ്വാനിച്ച് 10 പേരും കൂടി തിന്നും, നല്ല റാഹത്ത്. അപ്പൊ ഒരു പ്രൊഡക്റ്റിന് ചെറിയ ലേബറുകളുള്ളൂ. ഞാൻ റിപ്പോർട്ട് കൊടുത്തു. ഞാൻ അങ്ങനെ തന്നെ കൊടുക്കല്, പച്ചക്ക് കൊടുക്കും. ഉടനെ തന്നെ ചിരിച്ചുകൊണ്ട് എനിക്ക് മറുപടി, എങ്കിൽ 10 രൂപ അധികമില്ലേ? ആ 10 രൂപ പോയത് ഒരുപാട് തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടാനാ. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാ. അവിടെ സമ്പത്ത് ഒരു തടസ്സമല്ല. ഹംസ ഉണ്ടാക്കണം ബൾബ് ഇവിടെ 70 വിൽക്കാൻ ഞങ്ങൾ തയ്യാറാ. 70-80 ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ആ ക്വാളിറ്റിയുള്ള ബൾബ് ഇവിടെ ഉണ്ടാക്ക്, വില കൂടിയാലും ആളുകൾ മേടിക്കും. കാരണം ഒരുപാട് പാവപ്പെട്ട വനിതകൾക്ക്, ഇതിന്റെ ചുറ്റുഭാഗത്തും കിടക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് തൊഴിൽ കിട്ടുക എന്നതാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഒരു 10 രൂപ അധികം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഹംസ കമ്പനി തുടങ്ങുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേഷൻ. തുടങ്ങി പറഞ്ഞ പോലെ ബൾബുകൾ വാങ്ങാൻ തുടങ്ങി. പിന്നെ ഫാൻ ഉണ്ടാക്കി. നിലവിലെ നാട്ടിലെ ഫാനേക്കാൾ 200 രൂപ കൂടുതൽ ആയിക്കോട്ടെ, കാരണം അതിന്റെ %, ഡാഷ് പള്ളിക്കാണ്, ഡാഷ് സംഘടനക്കാണ്, ഡാഷ് പ്രസ്ഥാനത്തിനാണ്, ഡാഷ് ആവശ്യങ്ങൾക്കാണ് എന്ന് അനൗൺസ് ചെയ്തപ്പോ ആൾക്കാർ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു നെയ്യത്ത് എന്തായാലും ഒരു ലാഭം ഉറപ്പാ. പള്ളിക്ക് കൊടുക്കുന്ന പൈസ, അതിൽ നിന്ന് 5 രൂപ പള്ളിയിലേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, ഒരു LED കത്തുമ്പോൾ ഓരോ നിമിഷവും അതിന്റെ ഒരു ബർക്കത്ത് പള്ളിയിലേക്ക് ഒരു വല്ലാത്ത ചിന്ത. എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടെ? വർക്കത്തിന് മാത്രമേ പറ്റുള്ളത്. ദാറുൽഹുദക്ക് ആയിക്കൂടെ? ദാറുൽഹുദയെ അതിന്റെ ആദ്യം വിളിച്ചോ, ദാറുൽഹുദയിൽ നമുക്ക് ഫാൻ ഉണ്ടാക്കണം, ബൾബ് ഉണ്ടാക്കണം, ഞാൻ തയ്യാറാണ്, അവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ, സിലബസ് ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ ടീമിനെയും കൊണ്ടുപോയി. പക്ഷെ അധികം മുന്നോട്ട് പോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അതിൽ ഒരുപാട് ആൾക്കാർ തീരുമാനിച്ചത് നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്റെ സ്ഥാപനത്തിലേക്ക് പോകാറും. നേരെ അൽബത്തൂൽ എന്ന് പറയുന്ന കോളേജിലെ പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ 2 വർഷത്തെ ഡിഗ്രിയുടെ കൂടെ ഈ ടെക്നോളജി ഉപകരണങ്ങളൊക്കെ അവർ തന്നെ റിപ്പയർ ചെയ്യുന്നു. വെറും 30 മണിക്കൂറിന്റെ ഒരു കോഴ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. എന്ന പോലെ എന്തേ നമുക്ക് വാപ്പി പ്രസ്ഥാനം, വാപ്പി എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ് ആണ് നിങ്ങളൊക്കെ. നമുക്കും ഉണ്ടാക്കിക്കൂടെ നമ്മുടെ പേരിൽ ഒരു വാഫി ഫാൻ? നമുക്കുണ്ടാക്കിക്കൂടെ ഒരു വാഫി ഫാൻ, ഒരു വാഫി ലൈറ്റ്, ഒരു വാഫി LED? എന്റെ ആൾക്കാർ വാങ്ങൂലേ? ഞാൻ വാഫി എന്ന് ഉദ്ദേശിക്കുന്ന പേര് മാറ്റിക്കോ നിങ്ങൾ. ABCD എങ്ങനെ ഉണ്ടാകും? ആളുകൾ ഇങ്ങനെ പണ്ടൊക്കെ കലണ്ടർ നോക്കിയിട്ടാണ് ഏത് സംഘടനയെ നോക്കുക.
ഇപ്പൊ കറണ്ടൊക്കെ പോയി. ഇപ്പൊ ഫാനിന്റെ മൂട്ടിൽ നോക്കും അല്ലേ, സെൽഫി ഫാൻ, സുന്നി ഫാൻ, വാഫി ഫാൻ, എപി ഫാൻ, ഇകെ ഫാൻ. ഒരൊറ്റ മക്കളെ ടെക്നോളജി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എന്റെ നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയ പരിസരക്കാർ വാങ്ങൂലേ? ഇവിടുത്തെ ഉസ്താദ് ഒന്നും ഒരു PTA മീറ്റിംഗ് വിളിച്ച് അനൗൺസ് ചെയ്താൽ പോലെ ഇല്ലേ, ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയിക്കോളി, നമ്മുടെ കുട്ടിയോട് ഉണ്ടാക്കിയതാണ് ഈ ഫാൻ, ഞങ്ങളുടെ ഇവിടെ അസംബിൾ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ വീട്ടിലും കൊണ്ടുപോകില്ലേ? നമുക്ക് എന്തൊരു നല്ല നെറ്റ്വർക്കാണ് ഇതൊക്കെ. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റൂലേ? ആ മദ്രസ ഒരു ഗ്യാരണ്ടി സർവീസ് സെന്റർ ആക്കാൻ പറ്റൂലേ? എന്തെല്ലാം നല്ല പ്രൊജക്ടുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. ഒരു മതത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത അത്രയും ബലവത്തായ കമ്മ്യൂണിറ്റിയുള്ള നാടാ നമ്മുടെ കൊച്ചു കേരളം. എന്താ നിങ്ങൾ അതിനെ ബിസിനസ് കണ്ണിലൂടെ കാണാത്തത്? ഞാൻ സ്വപ്നം കണ്ടിരിക്കെ മദ്രസയിൽ ബിസ്മില്ല പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് ഇരിക്കുന്ന ആ സമയത്താണ് ഒരു പെൺകുട്ടി ഒരു ബാഗുമായി വരുന്നത്. ഒരു വിഷുകട്ടന്റെ ബാഗുമായി വരുന്നത്. എന്താ മോളെ എന്ന് വെച്ചു. ഉമ്മ തന്നതാ ഉസ്താദിന് കൊടുക്കാൻ, ഉസ്താദിന്റെ അടുത്ത് കൊടുക്കാൻ. വീട്ടിൽ ഇസ്തിരിപ്പെട്ടി ചൂടാവുന്നില്ല, എന്നാ ഉസ്താദിനെ നേരാക്കണം, ഉസ്താദിന്റെ കയ്യിലേൽപ്പിക്കണം. ബിസ്മില്ല തുടങ്ങണം. എല്ലാം കഴിഞ്ഞ് ആ ഉസ്താദ് റിസിപ്റ്റ് കൊടുക്കണം ആ കുട്ടിക്ക്. അത് നേരെ കൊണ്ടുപോകണം. അടുത്ത ദിവസം വരുമ്പോ ആ ഉസ്താദ് സഞ്ജീവമായി ആ മോളെടുത്ത് മോളെ റിപ്പയർ ചെയ്തിട്ട് ബില്ലായിരുന്ന 100 രൂപ നാളെ കൊണ്ടു താട്ടാം. നേരെ കൊണ്ടുപോകണം. ആ മിക്സി, ആ സ്ത്രീപ്പെട്ടി, ആ ടോർച്ച് എന്തേ പാടില്ലേ? ഉസ്താദ് ഒരു ടെക്നീഷ്യൻ ആവാൻ പാടില്ലേ? ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് എന്താ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ആവാൻ പാടില്ലേ? ഒരു എഞ്ചിനീയർ ആവാൻ ഒരു ഡിഗ്രി വേണ്ട, ഒരു MBBS-കാരനാവാൻ ഡിഗ്രി വേണം. സ്കൂളിൽ പോകാതെ എഞ്ചിനീയർ ആവാം, സ്കൂളിൽ പോയാൽ MBBS-കാരൻ ഡോക്ടർ ആവാൻ പാടുള്ളൂ. ഇത്രയുള്ള നമ്മുടെ പ്രശ്നം. ആർക്കും ഒരു നിങ്ങൾ ആവശ്യം പ്രിയപ്പെട്ടവരെ സമൂഹത്തിന് വേണം. അങ്ങനെ ടെക്നിക്കൽ നോഹാവുള്ള പ്രൊഫഷണൽസ് വന്നാൽ ഒരുപാട് അവസരങ്ങളാണുള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റി അത്രയും വിശാലമാണ്, അത്രയും സാധ്യതയാണ് നമുക്ക്. ആ പള്ളിയിൽ ഒരുപാട് വീടുണ്ടാകും, അല്ലെങ്കിൽ ആ മഹലിൽ ഒരുപാട് വീടുണ്ടാകും. ആ വീട്ടിലേക്കുള്ള മുഴുവൻ ഫാനുകളും ലൈറ്റുകളും ഈ പള്ളി മഹലിൽ അസംബിൾ ചെയ്താൽ പോലീസ് പിടിക്കുമോ? നമ്മളെപ്പോലുള്ള ഈ കമ്മ്യൂണിറ്റിന്റെ സ്ട്രെങ്ത് ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് അറിയാം, ഒരു സ്ത്രീമാരെ വെക്കും, മുസല്ല വെക്കും, അതിലപ്പുറത്ത് ഒരു ട്രേഡിങ്ങും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ തോന്നിപ്പോകുമായിരിക്കും. വേണമെങ്കിൽ കലണ്ടർ വിൽക്കുക, പുസ്തകം വിൽക്കുക. കലണ്ടർ, പുസ്തകം, തസ്ബീമാല, മുസല്ല. ആരെ പറഞ്ഞു നിങ്ങളോട് TV വിൽക്കാൻ പാടില്ല, മൊബൈൽ വിൽക്കാൻ പാടില്ല, കമ്പ്യൂട്ടർ വിൽക്കാൻ പാടില്ല, മീൻ കച്ചവടം ചെയ്യാൻ പാടില്ല? എന്തെല്ലാം അവസരങ്ങളാണുള്ളത്. ഇങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി നല്ലൊരു നെറ്റ്വർക്ക് ആക്കി ഗ്യാരണ്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി. ഗ്യാരണ്ടി എവിടെയെന്ന് ചോദിച്ചാൽ ഡാഷ് മദ്രസയാണ്, ഡാഷ് പള്ളിയിൽ കൊണ്ടുപോയാൽ മതി. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ പള്ളിയിൽ പോയി പറയുന്നവരില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും കേട് വന്നാൽ പള്ളിയിൽ അതിനോട് പറയണം. AC കിടന്ന് ഫാൻ കിടന്ന് എത്തേ പാടില്ലേ? എത്രയോ സക്കാഫികളെ, എത്രയോ ഉദവികളെ ഞാൻ ടെക്നീഷ്യൻ ആക്കിയിട്ടുണ്ട്. പള്ളിയിലെ ഇമാമത്ത് നിൽക്കുന്നവർ ആ പള്ളിയിലെ മുഴുവൻ ഫാനുകളും റിപ്പയർ ചെയ്യാൻ പഠിപ്പിച്ചിട്ട് അവരത് റിപ്പയർ ചെയ്തിട്ട് എന്റെ വീഡിയോ ചിത്രം എന്റെ ചാനലിലേക്ക് തിരിച്ചയച്ചു തന്നിട്ടുണ്ട്. എത്രയോ പ്രൊഫഷണൽസ് തലയിക്കെട്ടും യൂണിഫോം ഇട്ട ഇമാമത്ത് നിൽക്കുന്ന കുത്തുമന്ത്രം വഹിക്കുന്ന ടെക്നീഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട് എന്റെ ചാനലിൽ. എനിക്കൊരു ഓൺലൈൻ ചാനൽ എന്നും ഒരു അരമണിക്കൂർ നിങ്ങളുമായി ഇന്ററാക്ട് ചെയ്യാൻ വരും. ഇപ്പോൾ വാട്സപ്പിലാണ്, നേരത്തെ ഇൻസ്റ്റാഗ്രാം മതി ഇതായിരുന്നു, ടെലിഗ്രാം ഒക്കെ ആയിരുന്നു. 15,000 പേര് കുറച്ചു കൊടുത്തു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുന്ന ആ വീഡിയോക്ക് സംശയം ചോദിക്കാൻ ഞാൻ എന്റെ പേഴ്സണൽ ക്ലാസ് റൂമിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ഒരുപാട് താലീമികള്, ഉസ്താദുമാര്, പണ്ഡിതന്മാരൊക്കെ അതിൽ ചേർന്നിട്ട് പറയാം, എനിക്കും പഠിക്കണം. അങ്ങനെ ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കും അവർക്ക് ഓൺലൈനിലൂടെ, ചിലപ്പോൾ നേരിട്ടുണ്ടാവും. ഇങ്ങനെ പഠിച്ചിട്ട് എത്രയോ ടെക്നീഷ്യന്മാർ, എത്രയോ ആളുകൾ വീട്ടിൽ പറമ്പുണ്ടാക്കാൻ തുടങ്ങി. എത്രയോ ഉസ്താദുമാര് മാനബൾബുകൾ നിർമ്മിച്ചിട്ട് നബിദിനത്തിനും മറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്തേ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഇതിനൊന്നും വലിയ എഞ്ചിനീയറിംഗും വലിയ PhD ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട്
ഈ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആക്കി കൊണ്ടുവരണം എന്ന പ്രിൻസിപ്പാളോട് ഞാൻ ആമുഖമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അധ്യാപകരുടെ ശ്രദ്ധയിലേക്ക് വരുത്തുന്നു. അതിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയോ എന്റെ കമ്പനിയുടെയോ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഒരു പ്രത്യേക പാക്കേജ് തന്നെ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും എന്റെ ഭാര്യയും എന്റെ 2 മക്കളുമാണ് ആ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1 രൂപയും പ്രതിഫലം മേടിക്കാതെ അത്തരം ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ സിലബസും തന്ന് ആ അധ്യാപകരെ പഠിപ്പിക്കുന്ന കോഴ്സ് പോലും പൂർത്തിയാക്കാൻ ഞങ്ങളുടെ കയ്യിൽ പ്രോജക്റ്റുകൾ ഉണ്ട് എന്നും കൂടി ഓർമ്മപ്പെടുത്തി ഇനി ഇൻഷാ അല്ലാഹ് ആണുങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഒരു പ്രോജക്റ്റ് വേണോ, അതിന്റെ എക്സ്പെൻസ് എന്താ എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതിന്റെ സിലബസ് സൗജന്യമായി തരാം. അത് കോപ്പി തെറ്റാണ്, കോപ്പി റൈറ്റ് അല്ല. കാരണം സാധാരണ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കേണ്ടത് വലിയ ടെക്നോളജി ഒന്നും വേണ്ട, എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നമുക്കും ഒരു കുടിൽ വ്യവസായം, ഒരു ഹോം ടെക് ഇൻഡസ്ട്രി പണിയാം എന്ന് നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പ്രൊഫഷണൽസ് ആയ നിങ്ങൾ വാഫി പോലുള്ള ഈ എഞ്ചിനീയർമാർ, എന്റെ ഭാഷയിൽ സത്യസന്ധന്മാരായ എഞ്ചിനീയർമാർ, അവർക്ക് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ അത് മാനേജ്മെന്റ് ഉണ്ടാക്കി തരാൻ ഞാൻ മാനേജ്മെന്റിന്റെ കൂടെ, ഞാനും എന്റെ സ്ഥാപനവും കൂടെ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ കേട്ടതും പടച്ചിറപ്പിൽ സ്വാലിയായി അമലാക്കി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ആ മരണപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് അധ്വാനിക്കുന്നത്. ഇന്ന് ഓരോ ക്ലാസ്സിലും അവരെ കുറിച്ച് കണ്ണീർ പൊഴിക്കാത്ത ഒരു ക്ലാസ്സും കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നാളത്തെ ഭാവിയിലെ പണ്ഡിതന്മാരെ, പ്രൊഫഷണൽസ്, നിങ്ങളുടെ ദുആയിൽ ആ പാവപ്പെട്ട ആ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമേ എന്നൊരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir, for your valuable, thoughtful and motivational talk. അടുത്തതായി വിദ്യാർത്ഥികൾക്ക് സാറിന്റെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ററാക്ഷൻ സെക്ഷൻ ആണ് അടുത്തത്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാർ ഏകദേശം ഡൗട്ട് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു പോയത് മനസ്സിലാവാതെ പോയതോ വിട്ടുപോയതോ, നിങ്ങളുടെ മനസ്സിൽ ബിസിനസിനെ കുറിച്ചോ എന്നെ കുറിച്ചോ എന്റെ കുടുംബത്തെ പറ്റിയോ, ഇനി നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാവി, ബിസിനസ് ആക്ടിലൂടെ അല്ലെങ്കിൽ ടെക്നോളജി ലെവലിലൂടെ കേട്ടോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ചോദിക്കാം. അപ്പോൾ പാസ് ചെയ്താൽ മതി. ധാരാളം ഓർഗനൈസിനെ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ഉള്ള സംഗതിയാണ് കോൺഫിഡൻസ്. എങ്ങനെയാണ് ഈ ബിസിനസ് പൊതുവെ പറയാനേക്കാം, ബിസിനസ്സുകാർ ഭയങ്കര കോൺഫിഡൻസ് നടത്തുന്നത്, ഒരുപാട് കാര്യം ഡീൽ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആ സന്ദർഭത്തിൽ ചെറിയ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഒരുപാട് എല്ലാ ഭാഗങ്ങളും സാധാരണക്കാരുള്ളത്. പക്ഷേ ഒരുപാട് വലിയ കാര്യങ്ങൾ നോക്കുന്ന നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്രത്തോളം കോൺഫിഡൻ്റ് ആവാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. ഇത്രത്തോളം കോൺഫിഡൻസ് ആദ്യം കിട്ടില്ല, അത് ചെറിയ കോൺഫിഡൻസ് ആണ്. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് അതിലൊരു റിസൾട്ട് വരുമ്പോഴാണ് അതിന് വലിയ കോൺഫിഡൻസ് കിട്ടുക. അതിൽ പരാജയപ്പെടുമ്പോൾ പാതറി പുറകോട്ട് ഓടുന്നവന് ഒരു ജോലിക്കും കഴിയില്ല. അതുകൊണ്ട് വീണ്ടും അവൻ ശ്രമിക്കണം. പരാജയം ഉണ്ടാകും, പരാജയമില്ലാത്ത ഒരു ബിസിനസ് ഉണ്ടാവില്ല. അവിടെ ഒന്നും പതറരുത്. അതുകൊണ്ട് കോൺഫിഡൻസ് വലുത് ആദ്യം ഉണ്ടാവില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കാം. ഇന്ന് ഒരു അറിവ് കിട്ടുക എന്ന് പറയുന്ന ഒരു പുത്തരില്ല. അറിവ് എല്ലായിടത്തും ഉണ്ട്. ഐഡിയ ആണ് ഏറ്റവും വലുത്. ആശയം, പുത്തൻ ആശയം, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ നിങ്ങളെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ 4-5 പേര് ഇരുന്നിട്ട് ഒരു ആശയം ഡിസൈൻ ചെയ്യാം, ഐഡിയ ഡിസൈൻ ചെയ്യാം. ഐഡിയ ഡിസൈൻ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് എവിടെയാണ് നമ്മുടെ പ്രോബ്ലം എന്നാണ്. എന്താണ് പ്രശ്നത്തിന്റെ സൊല്യൂഷനാണ് ബിസിനസ്. ഒരിക്കലും ഞാനൊരു കാർ വാങ്ങലോ ഞാനൊരു വീട് വെക്കലോ അല്ല എന്റെ ഇന്റൻഷൻ, നെയ്യത്ത് ഉദ്ദേശം. ആ ഉദ്ദേശം വെച്ചാൽ വിജയിക്കൂല. നിങ്ങൾ സമ്പന്നരാവണം, എനിക്ക് പണക്കാരനാവണം, എന്റെ കാര്യങ്ങളൊക്കെ നേടണം, അതിനാണ് ഞാനൊരു ബിസിനസ് എന്നാണ് നിങ്ങളുടെ ഐഡിയ എങ്കിൽ അത് ജനം പരാജയപ്പെടുത്തും. ഞാനൊരു വലിയ വീട് വെക്കുന്നത് എന്റെ അയൽവാസിക്ക് ഇഷ്ടാവില്ല, ഇവിടെ എന്റെ കുടുംബത്തിന് പോലും ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളുന്നില്ല, എന്റെ ഭാര്യ മക്കളും മാത്രം ഇഷ്ടപ്പെടും. അതുകൊണ്ട് അത് വിജയിക്കൂല. പകരം ഞാൻ നാടിന്റെ, സമൂഹത്തിന്റെ, ജനതയുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു, അപ്പൊ ജനം നിങ്ങളെ കൂടെ നിൽക്കും. അപ്പൊ കോൺഫിഡൻസ് കൂടും.
അപ്പൊ പറയേണ്ട വാക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അത് പരിഹരിക്കുന്നു. 98-ൽ ഞാനും എന്റെ ഭാര്യ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് തുടങ്ങിയത്. എന്തായിരുന്നു? മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യാൻ ആളില്ല, റിപ്പയർ ചെയ്യാൻ ആളില്ല, അതുകൊണ്ട് അത് റിപ്പയർ ചെയ്യാം. ഞാൻ ഭാര്യ റിപ്പയറിങ് തുടങ്ങി. വിദേശത്ത് പഠിച്ച എക്സ്പീരിയൻസ്. അപ്പോഴാണ് അറിയുന്നത് ഇനി റിപ്പയർ ടെക്നീഷ്യനെ കിട്ടാനില്ല. അപ്പൊ എന്ത് ചെയ്യണം? ടെക്നീഷ്യനെ കിട്ടുന്നില്ല, സർവീസ് സെന്റർ തുടങ്ങാൻ ടെക്നീഷ്യൻ ഇല്ല. എന്ത് ചെയ്യണം? എന്താ പറയാ, അതേ പഠിപ്പിച്ചു കൊടുക്കണം. അത്രയും നമ്മൾ ചെയ്തുള്ളൂ. അപ്പൊ അത് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവർക്കൊക്കെ ജോലി കിട്ടി. അപ്പൊ ഒരു പ്രശ്നം പരിഹരിച്ചോടല്ലേ. അങ്ങനെ ഏത് ബിസിനസ് ചിന്തിക്കുമ്പോഴും ഈ ബിസിനസ് കൊണ്ട്, ഈ ഐഡിയ കൊണ്ട് എന്ത് പ്രശ്നമാണ് ഞാൻ പരിഹരിക്കുന്നത്, ഏത് പ്രോബ്ലമാണ് ഞാൻ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നത്, പരിഹരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ കോൺഫിഡൻസ് വരും, ആ പ്രോജക്റ്റ് വിജയിക്കും. സുഹൃത്ത് ചോദിച്ചതിനോട് ചേർത്ത് ചോദിക്കാണ്, സാറിന് വർക്കിങ്ങിന്റെ ബിസി വർക്കിന്റെ ഇടയിലൊക്കെ സ്ട്രെസ് തോന്നാറുണ്ട്, എങ്ങനെ ഓവർകം ചെയ്യാത്തത്? അതായത് ഞാൻ ചെയ്യുന്ന മുഴുവൻ പണിയും മറ്റൊരാളെ ചെയ്യിപ്പിക്കാൻ പഠിപ്പിച്ചാൽ എനിക്ക് മറ്റു പണി ചെയ്യാൻ സമയം കിട്ടും. ഞാൻ എടുക്കുന്ന വേദന ശമ്പളം കൊടുത്ത് വേറൊരാളെ ഏൽപ്പിക്കണം. എന്റെ ടെൻഷൻ ഓരോട് ഞാൻ ശമ്പളം കൊടുത്ത് ടെൻഷൻ എടുക്കാൻ ആളുണ്ട്. എന്ത് ജോലിക്കും ആളെ കിട്ടും. എന്റെ എന്ത് പ്രശ്നമാണോ എനിക്ക് പേഴ്സണലായി, ആ പ്രശ്നം ഞാൻ ചെയ്യുമ്പോഴാണെങ്കിൽ ഇത് വേറെ കൊടുക്കണം. എനിക്ക് 100 കിലോ ഏറ്റാൻ വയ്യ, ഞാൻ ഏൽക്കാൻ പാടുണ്ടോ? ഞാൻ എന്ത് ചെയ്യണം? 100 കിലോ എടുക്കുന്ന ആളെ ഏൽപ്പിക്കണം. എനിക്ക് ഒരുപാട് ഓടരുത്, ഞാനൊരു കാറ് വാടകയ്ക്ക് ഇടണം. നാളെ ബിൽഗേറ്റ് പറഞ്ഞൊരു വാക്കാണ്, അവസാനത്തെ വാക്ക്. ബാത്റൂമിൽ ഞാൻ കയറുമ്പോൾ എന്നെ കുളിപ്പിക്കാൻ ഒരാളെ കിട്ടുമായിരുന്നെങ്കിൽ ആ സമയത്ത് എനിക്കൊരു പുതിയ പ്രോജക്റ്റ് ചിന്തിക്കാമായിരുന്നു. എന്തായാലും അർത്ഥം ഇതിൽ ഒരുപാട് കാര്യമില്ല. എന്താണ് പറഞ്ഞത്? ഇപ്പൊ കുളിക്കുന്നത് ആരാ? മരിച്ചു കഴിഞ്ഞാലല്ലേ വേറൊരാൾ കുളിപ്പിക്കുക. ജീവിച്ചിരിക്കുന്നവനെ നമ്മൾ കുളിപ്പിച്ചു കൊടുക്കും. വലിയൊരാളെ, കുട്ടീനെ കുളിപ്പിക്കും അല്ലേ? പെങ്ങളെ കുളിപ്പിച്ച ഒരാൾ സമ്മതിക്കോ? പക്ഷെ ഞാൻ സമ്മതിക്കും. പക്ഷെ ആളെ കിട്ടുന്നില്ല. ഇത് ബിൽഗേറ്റ് പറഞ്ഞ വാക്ക്. എന്നെ കുളിപ്പിക്കാൻ ഒരാളെ വരുമായിരുന്നുവെങ്കിൽ, എന്നെ പുറം തേക്കാൻ ഒരാളെ കേൾക്കുമെങ്കിൽ ആ സമയം എനിക്ക് മറ്റൊരു ബിസിനസ് ചിന്തിക്കാമായിരുന്നു. അതിനർത്ഥം എനിക്കുള്ള എല്ലാ വർക്കുകളും ഞാൻ മറ്റൊരാളെ പഠിപ്പിച്ച് അവരിലൂടെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഐഡിയ പുറത്തു പോയി എന്റെ കഞ്ഞി പോകും, തെറ്റായ ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പെട്ടിക്കട മാത്രമേ തുടങ്ങൂ. കോട്ടക്കൽ ആ ഒരു പെട്ടിക്കട ഞാനും വാരി ഷട്ടർ ഒന്നിച്ചു അടയ്ക്കും, മരണം വരെ ഒന്നിച്ചു അടയ്ക്കും. ഇങ്ങനെ കമ്പനി ഉണ്ടാവുമോ? അതെങ്ങനെയാണ് വളർന്നത്? മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുന്നു, ഒരു ടെൻഷനും ഇല്ല. എല്ലാ ടെൻഷനും ശമ്പളം കൊടുത്തു. ഒരുപാട് ടെൻഷനുണ്ട്, സ്ട്രെസ് ഉണ്ട്, അതിനൊക്കെ എന്ത് ചെയ്തു? അത് ഏറ്റെടുക്കുക, ആളെ വെച്ച് ശമ്പളം കൊടുത്തു. അവരുടെ പ്രതീക്ഷയിൽ നിന്ന് പൈസ ഇറക്കിയിട്ടായിരിക്കില്ല, മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അവര് തന്നെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഈ സംരംഭം വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇൻകേസ് ഈ ഒരു സംരംഭം പൊട്ടുകയാണെങ്കിൽ ഈ ഹ്യൂജ് എമൗണ്ട് ഏറ്റെടുത്ത ഇയാളെ എങ്ങനെയാണ് ഓവർകം ചെയ്യും? നിങ്ങൾ എല്ലാവരും എന്ന വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിലൊരു ചെറിയ കട്ടിലുണ്ടാവും. ചില ആൾക്കാർ സ്വന്തം പൈസ കൊണ്ട് തന്നെയാണ്. ഞാൻ സ്വന്തമായിട്ടാണ് തുടങ്ങിയത്. അത് വിജയിച്ചപ്പോഴാണ് വേറൊരു പറഞ്ഞു, മോനെ ഇത് വിജയിച്ചു, നീ കൂടെ ഉണ്ടാകും. കൂടെ ഉണ്ട്. വിജയിച്ച ബിസിനസ്സിലേക്ക് പങ്കാളിയാവാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരും. തുടങ്ങുന്ന ബിസിനസ്സിലേക്ക് പങ്കാളിയാവാൻ അധികം പേരും വരില്ല. അതിന്റെ കോൺഫിഡൻസ് അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? കാരണം വിജയിച്ചിട്ടില്ലല്ലോ. ഇതുപോലെ സമാനമായ ഒരു സംഭവം വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് പങ്കാളിയെ കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണോ? സ്വന്തം റിസ്കില്, സ്വന്തം കൂട്ടുകാരന്റെ, സ്വന്തം വീടിന്റെ, അമ്മാവൻ, ഏട്ടൻ, കുടുംബ, ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് അവരുടെ ഫണ്ട് കൊണ്ടാണ് ആദ്യം തുടങ്ങി വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പൊതുജനങ്ങളോട് പറയാം, വിജയിച്ചു പ്രിയപ്പെട്ടവരെ കാശ് കൊടുത്ത. അതാണ് യഥാർത്ഥ വഴി. അല്ലാതെ നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് ചിത്രം വരച്ചുകൊണ്ട് പറയണ 10 കോടി ഉൾപ്പെട്ട ഒരു സംഭവമാക്കി തരാൻ എന്ന് പറഞ്ഞ് 10 കോടി മേടിക്കുക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആ പ്രൊജക്റ്റിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. അതുവഴി അത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അത് വിജയിച്ചാൽ ഒരു ടെൻഷനും വേണ്ട. എന്നെ വിളിക്കുക. നിങ്ങളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വിജയിച്ചാൽ എന്നെ വിളിക്കുക. എത്ര ഫണ്ട് വേണമെങ്കിലും എന്റെ കയ്യിൽ ആൾക്കാരുണ്ട് കൊണ്ടുതരാം. അതിലൊരു പ്രശ്നമില്ല. ആദ്യം പ്രൊജക്റ്റ് വിജയിക്കും. ചെറുതായിട്ട് വിജയിപ്പിച്ചാൽ മതി. ഇനി എന്താ അറിയേണ്ടത്?
നല്ലൊരു പോയിന്റാണ് കുട്ടി ചോദിച്ചത്. പല ആളുകളും ഇന്ന് പല നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ കൂടെ, ഒരു കോടി കുഞ്ഞാപ്പ്, ഒരു കോടി അരവിന്ദൻ, ഒരു കോടി ജോസഫ്, പിന്നെ കടാപുരവത്ത്, മറ്റേ മൂത്താപുരവത്ത് എല്ലാം കൂടി കൊണ്ടിടും. ഇതൊക്കെ ആരാ നോക്കുക എന്ന് ചോദിക്കും. ഭയങ്കര രസമാണ്. എന്റെ വീട്ടിൽ വന്നതുപോലെ എങ്ങനെ ഉണ്ടാക്കി പൈസ കിട്ട് കോടികൾ ഇങ്ങനെ നടക്കാൻ ഇവൻ നോക്കുന്നതാണ്. ഒരാളുണ്ട് അവിടെ, മാനേജിംഗ് പാർട്ണറും ക്യാഷ് ഒന്നും എടുക്കില്ല. 25 കൊല്ലം ഗൾഫിലെ പരിചയമുള്ള ആളാണ് ഇരിക്കുന്നത്. ഇവനാണ് നോക്കുന്നത്. തുല്യ പങ്ക് അവന് നല്ല ആശയാട്ടോ, അങ്ങനെയൊക്കെ ചെയ്യാം. വെരി ഗുഡ്. ഒക്കെ കഴിഞ്ഞ് വെച്ചു. ഇവനാണ് എക്സ്പീരിയൻസ് ഇല്ലേ? XYZ ആളെ നിങ്ങൾ എവിടെ ഗൾഫിൽ, ഞാൻ ഗൾഫിൽ 25 കൊല്ലം ഇവിടെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് സന്തോഷമായി. കാരണം സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട സാധനമാണ് ഇവർ ചെയ്യുന്നത്. ഗുഡ്. സൂപ്പർ മാർക്കറ്റിൽ താങ്കൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഗോഡൌണിലേക്ക് പോകും. ആ കിടക്കണം ATM പുള്ളി അവിടെ, അയാളാണ് ഈ കോടികളെ ബിസിനസ് ഏൽപ്പിക്കുന്നത്. ആ നേരത്തെ ഈ പറയുന്ന ഇൻവെസ്റ്റർ അവന്റെ നോക്കിയിട്ട് ആദ്യം ഇറങ്ങിപ്പോയി ആ ബിസിനസ് നിർത്തി അവിടെ. ഇങ്ങനത്തെ ആൾക്കാരെ ഏൽപ്പിക്കരുത്. മാനേജിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരും അവരെ പാർട്ണറാക്കിയിട്ടും നമുക്ക് ഇത്തരം പ്രോജക്റ്റുകൾ എന്താക്കാം, ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിന്റെ പങ്ക് അവർ കൊടുത്താൽ മതി. പക്ഷെ അത് റിയൽ ആയിരിക്കണം. പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഇഷ്ടം പോലെ വരും. സാറ് എന്താ പറഞ്ഞതെന്ന് ചെറിയൊരു ചോദ്യമാണ്. ഇപ്പൊ ഒരാള് ടെക്നോളജി താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അയാൾക്ക് അതീവ താല്പര്യമുണ്ട്, എങ്ങനെയും ടെക്നോളജി പഠിച്ച് എന്തെങ്കിലും ഒരു വലിയ ആളാവണം. പക്ഷെ അയാൾ എത്രത്തോളം പരിശ്രമിച്ച് നോക്കിയിട്ടും അയാൾക്ക് അത് വർക്കാവണില്ല. കാരണം ഇപ്പൊ മനസ്സിലാവും, ചില പരിപാടി തുടങ്ങി അവസാനം മനസ്സിലാവും ഇത് നമുക്ക് പറ്റിയ പണിയല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന രീതിയിൽ പിന്നെ അയാൾക്ക് കുറച്ചും കൂടി ക്ലച്ച് ആവുന്നത് പറയുന്നത് അതിനേക്കാൾ ചിലപ്പോൾ തരം താഴ്ന്ന ഒരു മേഖല ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അയാളുടെ കഴിവില്ലായ്മയാണോ, അതോ ചിലപ്പോ റബ്ബ് അവർക്ക് ചിലപ്പോൾ ഉന്നതി കൊടുക്കാൻ പോകുന്നത് ആ ഒരു ചെറിയ മേഖല കൊണ്ടായിരിക്കും? ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ഏരിയ ക്യാച്ച് ചെയ്യാത്തതുകൊണ്ടാവും. എന്നാലും ഞാൻ പറയാം. 98 ഞാൻ സ്ഥാപനം തുടങ്ങി, ഞാനും ഭാര്യ ഒറ്റയ്ക്ക് അല്ലേ. ഇതിന് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കതൊന്ന് ഉഷാറാക്കി കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് മാത്രം കഴിയില്ല എന്ന്, എന്റെ കഴിവും പരിചയവും മാത്രം വെച്ചൊരു നെറ്റ്വർക്ക് കമ്പനി ആക്കാൻ കഴിയില്ല. ഞാനൊരു ടെക്നോളജി പേഴ്സൺ മാത്രമാണ്. ബിസിനസ് ലെവലിൽ എന്നെക്കാളും കഴിവുള്ള ആള് വരണം എന്നൊരു തിരിച്ചറിവുണ്ടായി. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ എന്റെ കഴിവ് കൊണ്ട് ഈ കമ്പനി ഒരു നെറ്റ്വർക്ക് ആക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ്. അങ്ങനെ ഞാനൊരു പാർട്ട്ണറെ കൊണ്ടുവരുന്നത്. ആ പാർട്ട്ണറാണ് പിന്നെ അതൊരു നെറ്റ്വർക്ക് സ്റ്റൈലിലേക്ക്, ഒരു കമ്പനി സ്റ്റൈലിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ 4-5 കൊല്ലം നടത്തിയപ്പോൾ വീണ്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി ഞങ്ങളെ 2 പേരുടെയും ഇടപെടൽ പോരാ, ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞങ്ങളെക്കാളും കഴിവുള്ള പ്രൊഫഷണൽസിനെ കൊണ്ടുവന്ന് കമ്പനിയുടെ കീ പോസ്റ്റ് ഏൽപ്പിക്കണം എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു പോയത്. എല്ലാം എനിക്ക് തന്നെ സ്വയം ചെയ്യണം, എനിക്കറിയാത്തതൊന്നും ലോകത്ത് ആർക്കും അറിയില്ല എന്നൊരു കാഴ്ചപ്പാടില്ലല്ലോ. പിന്നെ ടെക്നോളജിയിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഇന്ന് ഇവിടെയും നടക്കുന്നുള്ളൂ. എവിടെയും നടക്കാത്ത ഒന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോ ചോദ്യത്തിന് ഉത്തരം ലോകത്തുണ്ട് എന്ന കാര്യം ഉറപ്പല്ലേ? ചോദിക്കാനുള്ള വിവരമില്ലാത്തല്ലേ ഇതിന്റെ അർത്ഥം? സത്യമല്ലേ? അപ്പോ അതിനുള്ള പ്രൊഫഷണൽസ് ഉണ്ട്, കണ്ടെത്താനുള്ള വിവരം നമുക്കില്ല. അല്ല എനിക്ക് തന്നെ വിവരം ഉണ്ടാകണമെന്നതിന് ആവശ്യമില്ല. എന്നെക്കാളും വിവരമുള്ളവർ വേറെ ഉണ്ട്, അവർ നിങ്ങൾ കണ്ടെത്ത്. ആ ബിസിനസ്സിന് എനിക്ക് പറ്റാത്ത വിഷയം മറ്റുള്ളവരെ ഏൽപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അതേ ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. വിജയിച്ചവരൊക്കെ അതാ പറയാം, അത് എനിക്ക് അറിയില്ലായിരുന്നോ, ഞാനത് അന്വേഷിച്ചു, അത് അയാളെ ഏൽപ്പിച്ചു. ഈ വിഷയം എനിക്കറിയില്ല, അതിനെ സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ എനിക്കറിയാത്ത ഒരുപാട് മേഖല ഉണ്ടാവും. ആ മേഖല കൈകാര്യം ചെയ്യാൻ അതിനുള്ള അറിവുള്ളവരെ ശമ്പളത്തിൽ വെക്കണം, ഇല്ലെങ്കിൽ അവരെ പാർട്ണറാക്കി വെക്കണം. നല്ല ഫീസാണ് നിങ്ങൾ പാർട്ണറാക്കും. അപ്പൊ 1.5 കുട്ടിയാണ് 50,000 25,000 പറഞ്ഞു, അങ്ങനെ ഉഷാറായി പോകുന്നുണ്ട്. എന്താ ഞാൻ 25 കൊടുത്തവരെ അപ്പുറത്ത് 50 കിട്ടും, പോകും ഉറപ്പാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആടെ ഷെയർ ഹോൾഡറാക്കും, പാർട്ണറാക്കും. നീ പോകില്ലല്ലോ. വേറെ കുട്ടി ഒന്ന് നല്ല സത്യസന്ധനയാണ്,
ഉഷാർ പണി, എന്തും 25 പൈസയുടെ കണക്ക് വരെ എനിക്ക് തരാം പറഞ്ഞിട്ട്. ഭയങ്കര ഇഷ്ടമായി അവനെ. കമ്പനിയുടെ ഒരു വലിയൊരു പോസ്റ്റർ കൊടുത്തു. അതും ഭംഗിയായിട്ട് ലാഭം അങ്ങനെ കൊണ്ടുതരാം. എന്ത് ചെയ്തു? ഗോള കെട്ടിച്ചു കൊടുത്തു. ഇനി മക്കളൊന്നും ഇല്ല കേട്ടോ. തമാശല്ല. എന്നേക്കുമായി ലൈഫ് പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ ആയില്ലേ? അവ ഇനി പോകുമോ? എന്റെ മോനായില്ലേ? അങ്ങനെ കഴിവുള്ളവരെ അന്വേഷിക്കുക, കണ്ടെത്തും. അന്വേഷിക്കാനും ചോദിക്കാനുള്ള വിവരം ആദ്യം പഠിക്കും. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വിവരം ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഉത്തരങ്ങൾ നിങ്ങൾ പഠിക്കണ്ട, ഉത്തരങ്ങൾ ഉണ്ട് ലോകത്ത്, ചോദ്യങ്ങളേ ഇല്ലാത്തത്. ചോദ്യം ചോദിക്കുക, പഠിക്കണം. ചോദ്യങ്ങൾ വരട്ടെ. നേരത്തെ ചോദിച്ചു പറഞ്ഞ പ്രശ്നങ്ങള് സാലറി ഇല്ലാണ്ട് പരിഹരിക്കുന്നു. എന്നാൽ ഒരു തുടക്കക്കാരൻ, അതായത് ബിസിനസ്സിൽ തുടക്കക്കാരന് പണം ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും? ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ സാലറി എടുക്കുക എന്നുള്ളൊരു പ്രയാസകരമാണ്. അത്തരത്തിലുള്ള ഒരാൾ എങ്ങനെയായിരിക്കും? സാറിന് പോലത്തെ ഒരു, അതായത് പുരോഗതി നേടിയതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജ് എത്തിയത്. തുടക്കക്കാരന് ഇതിലേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതിനെങ്ങനെ നേരിടും? തുടക്കത്തിൽ തന്നെ പ്രശ്നം. തുടക്കക്കാരന് പണം ഉണ്ടാവില്ലല്ലോ. പണമില്ലാന്നുള്ള പ്രശ്നം. അതെ, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല അല്ലേ? അപ്പൊ നിങ്ങളെ പ്രശ്നം പണമാണ്. അതെ, ആ ടെൻഷൻ എടുക്കാൻ വേറൊരാളെ ടെൻഷന് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. ആ കാശില്ല. ചോദ്യം ക്ലിയർ അല്ലേ? പൈസ ഇല്ല. അല്ല മോനെ, എന്താ കൺഫ്യൂഷൻ എന്താണ്? ഈ ക്യാഷ് കൊടുത്തൊരു ശമ്പളത്തിന് വെക്കാതെ മറ്റേതെങ്കിലും പരിഹാരം ഉണ്ടോന്നാ ചോദ്യം. ഓക്കെ, ഇപ്പൊ ചോദ്യം ക്ലിയർ ആയി. ശമ്പളം കൊടുത്തുകൊണ്ട് ഇനി ഒരു കടക്കാരന് പൈസ ഒപ്പിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറം മറ്റു ഏതെങ്കിലും മാർഗം ഉണ്ടോ? ഉണ്ട്. ആ മാർഗമാണ് അവരെ പാർട്ട്ണറാക്കുക. ശമ്പളം കൊടുക്കണ്ട, അതൊരു മാർഗമാണ്. ഒന്ന് അല്ലെ? ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്, എന്തെങ്കിലും പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്നാ കുട്ടി ചോദിച്ചത്. വെറും സമ്പത്തുമായി മാത്രമല്ല അവന്റെ ചോദ്യം. അങ്ങനെയാണ്. പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. ഒരു ബിസിനസ്സുകാരന് പല പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രശ്നത്തിന് പ്രശ്നമുണ്ടോ, ലോകത്ത് പ്രശ്നമുണ്ടോ, അതിന് പരിഹാരമുണ്ട്. ഇതാണ് ഒരു ബിസിനസ്സുകാരന്റെ നോളജ്. എന്ത്? എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ എന്തുണ്ട്? പരിഹാരമുണ്ട്. ഇനി ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരേ ഇല്ല എങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. ഇത് ഉള്ളിലുള്ള ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നുകൂടി, പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ഇനി ഒരുപാട് ശ്രമിച്ചിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നില്ല എങ്കിൽ അത് നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി. അത് നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. അത് പ്രശ്നമല്ല. പ്രശ്നം നമ്മുടെ, അത് പ്രശ്നമേ അല്ല. ഇതാണ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. അത് പരിഹരിക്കാൻ പല മാർഗങ്ങളുണ്ടാവും. അതിൽ ഒരു മാർഗമാണ് ആ പ്രശ്നം എവിടെയെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ക്യാഷ് കൊടുത്ത് മേടിക്കാം. ഞങ്ങളൊക്കെ അതാ ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് ഇല്ലാതാവും പിന്നത്തെ പ്രശ്നം. അങ്ങനെ ക്യാഷ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്യാഷ് കൊടുത്താൽ പ്രശ്നം പരിഹരിക്കുമെന്ന് അവരെ, അതായത് അവിടെ സൊല്യൂഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ മതി. ഒരാൾ പറയല്ലോ അതാണ് പ്രശ്നം, അതിന് ഇങ്ങനെ എങ്ങനെയുണ്ട്, അതിനൊരു 10 ലക്ഷം ഉറുപ്പിക വരും എക്സാമ്പിൾ എങ്കിൽ അവനെ നമ്മൾ ഹയർ ചെയ്യാം. എന്നിട്ട് പറയാം ഈ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എനിക്ക് ഇത്ര പെർസെന്റേജ് തരാം, നീ പാർട്ണർ ആയി പോലെ, ഞങ്ങൾക്ക് ഇതേ ഉള്ള പ്രശ്നം ബാക്കിയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സൊല്യൂഷൻ ഉണ്ടല്ലോ. അയാൾ ആ സൊല്യൂഷൻ ഇൻവെസ്റ്റർ ആയിട്ട് വരും. ഒരു സൊല്യൂഷൻ ഇൻവെസ്റ്റർ ആയി വരും. അങ്ങനെയും അത് പരിഹരിക്കാം. പിന്നെ ലീഗലി കുറേ പ്രശ്നങ്ങൾക്ക് അതിന് കൺസൾട്ടൻസി സർവീസ് എന്ന് പറയും. തൽക്കാലം പൈസ കൊടുത്താൽ പ്രശ്നം മാറ്റി തരും. നമ്മുടെ ഡോക്യുമെന്റ്സ് ആയിരിക്കും, നിയമപരമായിട്ടായിരിക്കും, അറിവില്ലായ്മയായിരിക്കും, അല്ലെ? ഇതൊക്കെ പരിഹരിക്കാൻ ഇന്ന് കൺസൾട്ടൻസി സർവീസ് ഉണ്ട്. ഇഷ്ടം പോലെ ജനറൽ കൺസൾട്ടൻസി ഉണ്ട്. അവരെടുത്ത് പോയാൽ ചെറിയ പൈസ കൊണ്ട് അത് പരിഹരിച്ചു തരും. അല്ല എക്കാലം ശമ്പളം കൊടുത്ത ഒരാളെ വെക്കേണ്ട, ആ പ്രശ്നം മാത്രം അവർ പരിഹരിച്ചു തരും. അതും ഒരു സൊല്യൂഷനാണ്. നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിനൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അതിപ്പോൾ സാറ് തുടങ്ങിയതാകുമ്പോൾ മൊബൈൽ ഫോൺ റിപ്പയർ ആകുമ്പോൾ ആ കാലത്ത് അതിനുള്ള ആളുകൾ കുറവായിരുന്നു. അപ്പോൾ ഈ കാലമൊക്കെ ആകുമ്പോൾ ഏകദേശം എല്ലാ ഫീൽഡിലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം എല്ലാ ഫീൽഡിലും ബിസിനസ് നല്ല ഉന്നതിയിലെത്തിയിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ ഒരാൾ പുതിയ സംരംഭം തുടങ്ങുമ്പോൾ
ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചില ചോദ്യങ്ങൾ നിങ്ങളെടുത്തേക്ക് വരും കേട്ടോ, ഇതിന് ഉത്തരമായിട്ട്. ഉത്തരം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഇങ്ങനെ എപ്പോ വരുവേ എന്ന് പറയും. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക 15 കൊല്ലം മുമ്പ് വട്ടപ്പാറടി ആ ചുരത്തിന്റെ അവിടെ എത്തി. രണ്ട് റോഡിന്റെ ഇരുഭാഗത്തുണ്ട് 2 കരിമ്പ് ജ്യൂസ് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുക. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് 10 ഉറുപ്പിയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിന്, 5-10 ചെറിയ പൈസയാണ്. രണ്ടാൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് രണ്ടുപേരും മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഒരു സുപ്ര വിരിച്ചിട്ട് ഒരു പാവ കാക്ക അങ്ങനെ വിൽക്കുക. ഞാൻ ചെന്ന് വണ്ടി എടുത്തിട്ട് പറഞ്ഞു കൊണ്ടാവർ കരിമ്പ് ജ്യൂസ്. പുള്ളി ഒരു പുള്ളി എടുത്ത് അതിന്റെ ഉള്ളിക്കാട് തിരികിയിട്ട് പിന്നെ ബുദ്ധിയൊന്നും വേണ്ടല്ലോ, ചിന്തിക്കൊന്നും വേണ്ട, താനായി നീര് വരുമല്ലോ, എങ്ങനെ വെക്കുന്നുണ്ട് പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആ മരത്തിന്റെ മേലേക്ക് നോക്കി. പറങ്കുച്ചി മരം, പറങ്കിമാവ്, കശുമാവിന്റെ മരം, നല്ല മഞ്ഞ പറങ്കാനം പഴുത്തുകയാണ് നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര കൊതിയായി. ഞാൻ പറഞ്ഞു മോനെ എടാ ഈ മരത്തിലോ കയറിയിട്ട് 2 പറങ്കാമ ഇറക്ക്, ഈ മെഷീനിലൂടെ വെച്ചാൽ ഒരു ചാറിൽ വരും, ഒരു ഇഞ്ചിയോ അല്ലെങ്കിൽ ഒരു പഞ്ചസാര കേട്ടോ കൊണ്ടാ, എനിക്ക് ഞാൻ 50 ഉറുപ്പിക തരാം. അയാൾ ആ പുള്ളി ഇങ്ങനെ പിടിച്ച് ഞാനൊക്കെ നോക്കി, അതൊന്നും ശരിയാവില്ല. ഉത്തരങ്ങളാ പറയും, എന്താ ശരിയാവാത്തത്, എന്തുകൊണ്ട് ശരിയാവില്ല? ഞാൻ അങ്ങോട്ട് വരാം, എനിക്കറിയണം, എനിക്കറിയണം എന്തുകൊണ്ട് അയാൾ എന്താ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഈ പറയാൻ ആ മെഷീനോട് കയറൂല. എന്തായാലും കഥ തന്നെ ടെൻഡൻസി ഇല്ല. എന്താ ഇയാൾക്ക് ടെൻഡൻസി ഇല്ലാത്തത്? പറയാൻ വെക്കുന്ന ടെൻഡൻസി ഇല്ലാത്തത് എന്താണ്? ഏതെന്താ കൂടുതൽ അറിയാത്ത എന്താ ചോദിച്ചു പഠിക്കാതെ അതിന് രക്ഷപ്പെടണ്ടേ, അതിന് മക്കളെ കെട്ടിക്കണ്ടേ, കാറ് മേടിക്കണ്ടേ, ഈ കരിമ്പോട്ട് നീ തരുന്നാൽ മതിയോ? എന്താ പറയാൻ വെക്കാത്തത്? ഇയാൾക്ക് തീരെ ചിന്താ പോലെ എവിടെ കിട്ടും, ചിന്തിക്കണില്ല. എന്താ ചെയ്യേണ്ടത്? ഇയാൾ പഠിക്കണമെന്നില്ലാറില്ല. എന്ത് ചെയ്യണം? പഠിക്കണില്ല. അവിടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്താ പഠിക്കാത്തത്? ഉത്തരം കിട്ടില്ല. പോയി ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് അയാൾ പഠിക്കാതെ വെച്ച് നോക്കില്ല? കരിമ്പ് എണ്ണയുടെ ഉള്ളിൽ വെക്കണം ആരാ പറഞ്ഞത്? വേറെ ഒരു സാധനം കരിമ്പ് മെഷീന്റെ ഉള്ളിൽ വെക്കരുത് എന്ന് കേട്ടത് പറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ട് കരിമ്പ് വെച്ചു? ആരാണ് കരിമ്പ് വെച്ചത്? എന്തുകൊണ്ട് കരിമ്പ് വെച്ചു? ഉത്തരല്ലേ? എന്താ മറ്റൊന്നായി വെക്കാത്തത്? ഇതുവരെ വെക്കാൻ പാടില്ല എന്നോട് ആരാ പറഞ്ഞേ? ഇതുവരെ ആരും വെച്ചു? കറക്റ്റാ, ഇവര് പറഞ്ഞത് കറക്റ്റാ. ഇതുവരെ കരിമ്പല്ലാത്ത ഒന്നും ആ മെഷീനിൽ വെച്ചില്ല, അതുകൊണ്ട് ഇനി ഒരൊറ്റ കുട്ടി കരിമ്പല്ലാത്ത ഒന്നും മെഷീനിൽ വെക്കരുത്. ഇതല്ലേ അവർ പഠിച്ചത്? മാറി ചിന്തിക്കേ. നിങ്ങളാ പരിജ്ഞാനം വെക്ക്. ഞാൻ പറഞ്ഞു ആരും വെച്ചില്ല. പല തവണയോട് പറഞ്ഞേ. എന്നിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ആ കരിമ്പ് പിടിച്ച് ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന പോലെ ഒരു നോട്ടം. ഞാൻ പൊട്ടൻ. എന്നിട്ടും ഞാൻ ആ കരിമ്പ് ഇങ്ങനെ പിടിക്കുമ്പോ അയാളോട് പറഞ്ഞു മോനെ ഇതേ അപ്പുറത്തെ ആൾക്കാർ കണ്ടോ, അയാളുടെ കച്ചവടം കൂടി നിനക്ക് കിട്ടാൻ. തെറ്റൊന്നുമല്ല കേട്ടോ, നെയ്യത്ത് തെറ്റാണ്, അങ്ങനെ വരുന്നോട് തെറ്റില്ല. അവിടുത്തെ കച്ചവടം കൂടി നിനക്ക് കിട്ടാൻ നിനക്ക് ഇവിടെ എന്തെങ്കിലും ഈ കരിമ്പിൽ ഒരു മാറ്റം കൊണ്ടുവന്ന കരിമ്പ് ജ്യൂസ് ആയിക്കോട്ടെ ഒരു മാറ്റം കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചു. എന്തോന്നാ സാർ ഇനി ഈ കരിമ്പിൽ ഞാൻ മാറ്റിയത്? അയാൾ ആ കുലുക്കല് ഇനി എന്തോന്നാ ഇതിന് കുറെ മാറ്റാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞെടുത്ത് മോനെ കരിമ്പിന്റെ കൂടെ ഒരു ചെറുനാരകന്റെ പീസ്, ഒരു ഇഞ്ചിന്റെ കഷ്ണം, ഒരു ഏലക്കായ് ഇതെല്ലാം കൂടി വെച്ച് ചതഞ്ഞരിഞ്ഞിട്ട് വരും. ബോർഡ് വെക്ക്, മസാല കരിമ്പ് ജ്യൂസ് ഇവിടെ കിട്ടുന്നത്, അവിടെ ബോർഡില്ല, ഇവിടെ ബോർഡുണ്ട്, ആൾക്കിട്ട് വരില്ലേ? അതൊന്നും നടക്കൂല. എന്താ നടക്കാത്തത്? ഹലോ, അതൊന്നും നടക്കൂല. എന്താ നടക്കാത്തത്? ഏത് ഡിഗ്രിയാണ് ഞാൻ എടുക്കേണ്ടത്? മടിയാണ് അത്ര. ഇയാൾക്ക് ഭയങ്കര മടിയാണ്. എന്താണ് അയാൾക്ക് ഇത്ര മടി? അയാൾക്ക് രക്ഷപ്പെടണ്ടേ? എങ്ങനെയാ മടി മാറ്റുക? മനസ്സിലെ ധാരണ വന്നുപോയി. എന്താ ഇയാൾക്ക് ഈ മനസ്സിലെ ധാരണ എങ്ങനെ മാറ്റുക? ധാരണ മനസ്സിൽ വന്നത്. ഒരു സൊല്യൂഷൻ തരങ്ങൾ ഉണ്ടോ? സൊല്യൂഷൻ ഉണ്ടോ? ചോദ്യങ്ങൾ അങ്ങനെ പോകും, ഉത്തരം വരുന്നില്ല. എന്ത് ആൻസർ വന്നാലും എന്താ ഇതിന്റെ സൊല്യൂഷൻ? ഇതാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നില്ല, പുതുതായി ചെയ്യുന്നില്ല. കണ്ടത് മാത്രമേ ചെയ്യുന്നുള്ളൂ, കേട്ടത് മാത്രമേ പറയുന്നുള്ളൂ. കണ്ടത് മാത്രമേ ചെയ്യൂ, കേട്ടതേ പറയൂ. കാണാത്തത് ചെയ്യാനും പറയാത്തത് പറയാനും ആര് മുന്നോട്ട് വരുന്നോ അവനാണ് റിയൽ എന്റർപ്രനർ. അവനാണ് ഒറിജിനൽ വ്യവസായി, സംരംഭകൻ. ഇതിനുള്ള ബുദ്ധി പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പഠന ഉപകരണം കമ്പ്യൂട്ടർ അല്ല.
പണമല്ല, ബുക്കുകളല്ല, അധ്യാപകരല്ല, ഇന്റർനെറ്റ് അല്ല, എന്താ ചിന്തയാണ്. ലോകത്തെ ഏറ്റവും വലിയ ലേണിംഗ് ടൂൾ പവർഫുൾ തോട്ട്സ് ആണ്. ഇത് പഠിച്ചോ നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന രക്ഷപ്പെടും, ഉപയോഗിക്കാതെ പരാജയപ്പെടുന്നു. ഇഷ്ടം പോലെ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ആ കരിമ്പും ആ മെഷീനുമായിട്ട് നിൽക്കല്ലേ. മഴ പെയ്തു. ഇപ്പൊ ജൂൺ ജൂലൈ മാസത്തിൽ മഴ പെയ്തില്ലേ? ഒരു ആർപ്പായുടെ മേലെ കെട്ടിപ്പൂട്ടിയിട്ട് അവൻ ഭാര്യ വീട്ടിൽ പോയി കിടന്നിറങ്ങിട്ട് പറയാ ഭാര്യനോടും മക്കളോടും ഇനി അരച്ചു മീനും ഉണ്ടാവില്ല, പച്ചക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ആരും കരുമുറിച്ച് കുടിക്കില്ല. മഴ പെയ്യുമ്പോഴും മക്കളെ എന്തെങ്കിലും ചെയ്തുകൂടെ? എന്ത് ചെയ്യാം? എന്താ മക്കളോട് പറയും? എന്താ മക്കളോട് പറയുമ്പോ അഡ്മിഷൻ കൊടുക്കാം, നമുക്ക് വെച്ചാൽ മതി. എന്താ ഒന്ന് വ്യക്തമാക്കോ? ചൂട് ഇപ്പൊ പറഞ്ഞു കേട്ടോളി. കരിമ്പ് ജ്യൂസ് തന്നെ മാറില്ല. ആണെന്നാ കുഴപ്പമില്ല, കരിമ്പ് ജ്യൂസ് തന്നെ കൊടുക്കണം. തണുപ്പിക്കട്ടെ, ഐസ് ഇടണ്ടേ? അതായത് തണുപ്പ് സീസൺ ആകുമ്പോൾ തണുപ്പിന് അതിന് ഓപ്പോസിറ്റ് ചായ കോപ്പി അയാളതാ കണ്ടിട്ട് കഴിയുന്നോളെ. ഇതാ കുഴപ്പം ഇവിടെ. ചായ കോപ്പി, കോപ്പി ചായ, നമ്മളതേ കണ്ടിട്ടുള്ളൂ. അതല്ലേ അർത്ഥം? കാണാത്തത് കാണാനും ചിന്തിക്കാനും നമുക്ക് എന്ന് പറ്റും. അന്നൊരു സംരംഭകൻ വിജയിക്കും. അത് കഴിവുള്ള ഒരു സംരംഭത്തിൽ ഇറങ്ങിയോ മതി. കച്ചവടക്കാരനായാൽ മതി. നിങ്ങൾ ആ പഴയ ചിന്തയിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യണ്ട. നിങ്ങൾ കരിമ്പ് ജ്യൂസ് മാത്രമേ നടക്കൂയെങ്കിൽ അത് ഇനി ഇവിടെ വേണ്ട. ചപ്പാത്തി ഇനി വേണ്ട, പൊറോട്ട ഇനി വേണ്ട, തണുപ്പിനി തുടങ്ങണ്ട. മതി, എത്ര മതി. തട്ടുകട ഹോട്ടലിന് അത് മതി. ചപ്പാത്തി കമ്പനി തണുപ്പും പൊറോട്ട കമ്പനി ആയിട്ട് ഇപ്പൊ നടക്കാൻ വയ്യ. കുറേ കാലം ചപ്പാത്തി കമ്പനി ആയിരുന്നല്ലേ, ഇപ്പൊ ആരോ പൊറോട്ട കമ്പനി തുടങ്ങിയോ. ഇനി നാളെ പുട്ട് കമ്പനി വരും, വളപ്പ കമ്പനി വരും. ഇനി നാട്ടിൽ മൊത്തം മുട്ടും വളപ്പും ചപ്പാത്തി ആയിരിക്കും. എന്താ ഒരു പുതിയ സാധനം വരാത്തത്? ഇപ്പൊ പുള്ളി പറഞ്ഞ ചായ കൊടുക്കാൻ, കാപ്പി കൊടുക്കാൻ, കാരണം കൂടുതൽ കുടിച്ചോട്ടെ. ഇവിടെയാണ് നമ്മുടെ ചിന്ത വേണ്ടത്. ഈ കാര്യം ജില്ലാ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ വനിതകൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ ഇവൻ പോയി. ആ സമയത്ത് 50, 60, 70 വയസ്സായ അപ്പൂമ്മമാര് വല്യമ്മമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മുന്നിലുണ്ട്, ചെറുപ്പത്തന്നെ വന്നിട്ട് ആർക്കോ വേണ്ടി വന്നത്. അവരെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നതായിരിക്കും. അന്നിലേക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വെച്ച് വന്നോ അല്ല ക്ലാസ്സിൽ വന്നോ അവരെത്തികൾ എന്തെങ്കിലും ഞാൻ കാര്യം കാത്തിരിക്കുക. ഇത് കരിമ്പ് ജ്യൂസിന് വന്നപ്പോ എല്ലാവരും ചിരിയൊക്കെ തുടങ്ങി. ഇങ്ങനെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു ബിസിനസ് പറയും. ഈ വല്യമ്മകൾ എണീറ്റുന്നു. ഒരു 60 മുട്ടിയൊക്കെ നേരിച്ചൊരു അമ്മ, മോനെ എന്റെ കരിമ്പ് ജ്യൂസ് തിളപ്പിച്ചാണ് കൊടുത്തോണ്ടായിരുന്നു. സത്യം പറയാ, എല്ലാവരും അങ്ങോട്ട് ചിരിച്ചു. നല്ലൊരു ആശയം. നമ്മൾ ഇന്ന് വരെ ചൂടാക്കി കൊടുക്കില്ല. ജ്യൂസ് തിളപ്പിക്കാൻ പാടില്ല. ഞാനോടെ ആരെങ്കിലും പറഞ്ഞോട് ജോർജിയയില്, അതുപോലെ ഫ്രാൻസില്, യൂറോപ്പില്, റഷ്യയില് ഇവിടൊക്കെ തിളപ്പിച്ച ജ്യൂസാ തണുപ്പ് സമയത്ത് കുടിക്കാല്. എന്താ ഇങ്ങനെ മുന്തിരി ജ്യൂസ് തിളപ്പിച്ചാല്, ആപ്പിൾ ജ്യൂസ് തിളപ്പിച്ച് നോക്കിക്കണം. ഫ്രൂട്ട്സ് ഒക്കെ തിളപ്പിച്ച നല്ല ലായനിയൊക്കെ അരച്ചു കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാ. ഇന്ന് വരെ നമുക്ക് തിളപ്പിച്ചിട്ടില്ല. കാരണം നമുക്ക് ഇങ്ങനെ തണുത്ത കുറിച്ച് ശീല ഒന്നും മാറി ചിന്തിക്കൂല. അമ്മ എങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. എനിവേ, ഇതുപോലെ വെറൈറ്റി ആയ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടോ? അത് ഉറപ്പാ വിജയിക്കോ. എല്ലാവരും ചെയ്യുന്ന ഫോട്ടോ കോപ്പി ആണെങ്കിൽ പരാജയപ്പെടും. അതന്നെ ആ നിങ്ങൾ ചോദിച്ചതിന്റെ ഏറ്റവും വലിയ ഉത്തരം. ഒന്നും കൂടി പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുകയാണ്. നിർത്തല്ലേ ഈ ആൻസറോട് കൂടി. ഞാൻ ചൈനയ്ക്ക് കൂടി വരികയാണ്. അപ്പൊ എന്നും വെറൈറ്റി ആയ ചോക്ലേറ്റ് അന്വേഷിക്കും. ഉടനെ ഒരു കട ഇങ്ങനെ കണ്ടു. കുട്ടിയെ കൊടുക്കാനേ എല്ലാം വാങ്ങാൻ പറ്റില്ല. അവിടെ പന്നി, പട്ടിയും പൂച്ചന്റെ ഒക്കെ ഇത് കൊടുക്കുമെന്നുള്ളത് പേടിച്ചിട്ട് പ്യൂർ വെജ് അവിടെ നിന്ന് അന്വേഷിച്ചിട്ടുള്ള ചോക്ലേറ്റ് അന്വേഷിക്കാം. ഒരു ബോർഡ് കണ്ടു, നല്ല ഡെക്കറേഷൻ കണ്ടു, ചോക്ലേറ്റ് കട കൂടി അടിച്ചിട്ടുള്ളത്. കയറി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നന്നപ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. അയാൾ ഇങ്ങനെ ചോദിക്കും, സാർ എന്താണ് വാട്ടായിട്ടെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്വീകരിച്ച് എന്ന് നോക്കുമ്പോൾ ഞാൻ കയറിയത് ചോക്ലേറ്റ് പീടിയേക്കല്ല, ഉണക്കലുമീൻ്റെ പീടിയേക്കാണ്. ഉണക്കലുമീൻ്റെ പീടിയും ചോക്ലേറ്റ് പീടിയും കൂടെ എൻ്റെ അടുത്ത് മാറിപ്പോകാൻ എന്തായിരിക്കും അവിടെ പ്രശ്നം ഉണ്ടാവുക? എന്താണ്? ഒരു ചോക്ലേറ്റ് പീടിയ പോലെ അലങ്കരിച്ചിരിക്കുന്നു ഒരു ഉണക്കൽ പീടിയാണ്. ഞാൻ ആ പീടിയയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആൾക്കാർ അങ്ങനെ വരുന്ന പോണൊക്കെ ഉണ്ട്. 100 ഗ്രാം തരൂ സാർ എന്ന് പറഞ്ഞ് വരുന്നത്. ഉണങ്ങിയത്, ഉണക്കാത്തത്, മസാല ഇട്ടത്, മസാല ഇല്ലാത്തത്, വെയിലത്ത് വറുത്തത്, വെയിലില്ലാതെ വരുത്തത്, വെയിൽ കൊണ്ട് വറുത്ത്, വെയിൽ ഉറക്കാതെ വരുത്തത്, ഉപ്പുള്ളത്, ഉപ്പില്ലാത്തത്, എരിവുള്ളത്, എരിവില്ലാത്തത്, ബ്ലാക്ക് ചില്ലി ഉപയോഗിച്ചത്. സാർ ഏതാ വേണ്ടത്? സാമ്പിൾ ഇങ്ങനെ തരുന്നില്ല. പടച്ചോനെ, ആ നേരം ഞാൻ ഇന്ന് ചിന്തിച്ചു. മലപ്പുറത്തെ കോട്ടക്ക ചന്തയിലെ വീരാങ്കാക്കാന്റെ ഉണക്കലുമീന്റെ പീടിയ എങ്ങനെയാണ് ഇന്ന് വരെ മാറിയിട്ടുണ്ടോ? അതൊരു ക്വാളിറ്റി കവറിലാക്കാൻ വെച്ചിട്ടുണ്ടോ? ആ തോർത്ത് കൊണ്ടൊന്ന് കഴുകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടോ?
തൊഴിലുള്ളവരുമുണ്ട്. എന്നിട്ട് ആ തിരപ്പനിട്ട് ഒറ്റ വീശലാണ്. എന്തിനാണത്? അവൻ ഇരിക്കുന്ന മണിയനീച്ച എന്തിനാ വന്നിരുന്നത്? അപ്പിടാനോ അല്പം തിന്നാനോ അല്ലേ? അതല്ലേ നമ്മൾ മേടിച്ച് തിന്നത്? ഇന്ന് വരെ അതൊരു കവറിലാക്കിയിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു സ്റ്റാപ്ലർ അടിച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് ബ്രാൻഡഡ് ഡാഷ് പേരുള്ള ഉണക്ക മീൻ വൃത്തിയോടെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ എന്ന് പറഞ്ഞ് വിൽക്കാൻ എന്തെയാ മീൻ ഉണ്ടാക്കാൻ തയ്യാറാവുന്നത്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? അവസരം ഞാൻ റീച്ച് ചെയ്തിട്ടുണ്ടോ? ഇതിനൊക്കെ അതിന് ലോൺ എടുക്കണം ചെയ്യാൻ വേണ്ട, ചെയ്യൂല. അതന്നെ നമ്മളുടെ പോരായ്മയും അത് തന്നെയാണ്. പല രാജ്യങ്ങളും രക്ഷപ്പെട്ടതും ഇങ്ങനെയാണ്. ഇങ്ങനത്തെ വെറൈറ്റി ചിന്തകൾ ഉണ്ടെങ്കിൽ ഇന്ന് നല്ല ബിസിനസ് നടക്കുക. ഇൻവെസ്റ്റേഴ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇത്തരം വെറൈറ്റി കോൺസെപ്റ്റ്, വെറൈറ്റി ഐഡിയകൾ, ഇല്ലാത്ത ഐഡിയസ് കൊണ്ടുവരലും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും മറ്റു രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ ഉണ്ട്, നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തതെന്ത് എന്നാ പഠിക്കേണ്ടത്. പ്രവാസികൾ വരും, മറ്റു രാജ്യത്ത് ഇല്ലാത്തതെന്നല്ല, ഇവിടെ നടക്കുന്ന കച്ചവടം എന്താണെന്നോ പഠിക്കാം. അതുപോലെ ചെയ്യേണ്ടത് അതല്ല ചെയ്യേണ്ടത്. ഇവിടെ നടക്കാത്ത കച്ചവടം ഏതാ നോക്കേണ്ടത്? ഇവിടെ നടക്കുന്ന കച്ചവടം എല്ലാം തുടങ്ങേണ്ടത്. ഇവിടെ നടക്കാത്ത കച്ചവടം ഏതാ അത് തുടങ്ങുമ്പോൾ ആൾക്കാരോട് വരിക. അത് വിദേശ രാജ്യത്തുണ്ട്, ഇന്ത്യയിലില്ല, കേരളത്തിലില്ല, എങ്കിൽ നമുക്ക് തുടങ്ങാം. അതല്ലാതെ ഇവിടെ നട്ടുകട ചപ്പാത്തി ഞാനും അത് തന്നെ. ഇതാണ് നമ്മുടെ പ്രവാസികളുടെ കുഴപ്പം, ബിസിനസ്സുകാരുടെ കുഴപ്പം. അതല്ല വേണ്ടത്. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചിന്തിച്ച് പുത്തനാശയം, പുതിയ ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു പ്രശ്നമില്ല. പണം മുടക്കാൻ ആളുണ്ട്, ഐഡിയക്കാണ് പഞ്ഞം.